ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഡോക്ടർ ലൈവിൻ്റെ 44ാമത്തെ എപ്പിസോഡാണ്. ഈ കഴിഞ്ഞ 44 ആഴ്ചകളായിട്ട് നമ്മൾ മുടങ്ങാതെ നാട്ടിൽ നിന്നുള്ള പ്രമുഖരായ ഡോക്ടേഴ്സിനെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഡോക്ടർ ലൈവ് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതിപ്രസക്തനായ ഒരു ഡോക്ടറെയാണ്, ഡോക്ടർ അരുൺ എസ് മേനോൻ. അദ്ദേഹം എറണാകുളത്തെ ലിസി ഹോസ്പിറ്റലിലെ ഡോക്ടറാണ്, വളരെ സീനിയർ ഡോക്ടറാണ്. ഇദ്ദേഹത്തെ പോലെ ഒരാളെ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ലഭിച്ചത് ഈ സമൂഹത്തിൻ്റെ നമ്മുടെ ആളുകളുടെ ഭാഗ്യമായിട്ട് തന്നെ നമുക്ക് കരുതാം. അപ്പം അദ്ദേഹത്തിനെ നമുക്ക് വെൽക്കം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒന്ന് ഇൻട്രൊഡക്ഷൻ ചെയ്യുന്നേ ഉള്ളൂ. അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടുത്തി നമ്മൾക്ക് ഈ ഒരു മീറ്റിങ്ങിന് അവസരം ഒരുക്കി തന്ന ശ്രീ രവി എസ് മേനോനുള്ള പ്രത്യേകമായ നന്ദി സമാജത്തിൻ്റെ ആദ്യമായി ഞാൻ പ്രകാശിപ്പിച്ചുകൊള്ളട്ടെ. അതുപോലെ നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ന് നമ്മുടെ വിശിഷ്ട അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് ഫാദർ തോമസ് ജോൺ ആണ്. അദ്ദേഹം നമ്മുടെ സമൂഹത്തിൽ വളരെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അച്ഛനറിയാൻ വയ്യാത്ത ആളുകൾ നമ്മുടെ ടൊറൻറ്റോ ഏരിയയിൽ അല്ലെങ്കിൽ കാനഡയിൽ വളരെ കുറവാണ്. ഇവിടെ അതിബഹുതര പല കാര്യങ്ങളും ചെയ്യുകയും പള്ളിപണി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെയും വളരെ ഭംഗിയായി ചെയ്യുകയും സമൂഹത്തിന് വേണ്ടുന്ന ഉത്തമമായ നേതൃത്വം കൊടുക്കുകയും ചെയ്ത ഒരു ആചാര്യശ്രേഷ്ഠനാണ്. അദ്ദേഹത്തെ ഇന്നത്തെ മീറ്റിങ്ങിൽ അതിഥിയായിട്ട് ലഭിച്ചതിൽ സമാജത്തിന് ഞങ്ങൾക്കെല്ലാം അതിയായ സന്തോഷമുണ്ട്. അതുപോലെ ഇന്ന് മീറ്റിങ്ങിൽ മറ്റ് നമ്മുടെ സുഹൃത്തുക്കളൊക്കെയും പങ്കെടുക്കുന്നുണ്ട്. ഇവർക്കെല്ലാം വെൽക്കം ആശംസിക്കാനായിട്ട് സമാജത്തിൻ്റെ പ്രിയപ്പെട്ട ഓർഗനൈസിംഗ് സെക്രട്ടറി ശ്രീ ബിനി ജോഷുവായ ഞാൻ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. Thank you, Kurian. Good morning, everyone. Good morning, everybody. ബ്രാഹ്മൺ മലയാളി സമാജത്തിൻ്റെ 44ാമത് ഡോക്ടർ ലൈവ് എപ്പിസോഡിലേക്കാണ് നാം ഇന്ന് പ്രവേശിച്ചിരിക്കുന്നത്. ഏതാണ്ട് കഴിഞ്ഞ 11 മാസക്കാലമായി എല്ലാ ശനിയാഴ്ചയും രാവിലെ 10:30 യാതൊരു മുടക്കവും കൂടാതെ ഈ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പൊതുസമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണയും അതിനോടുള്ള ഫീഡ്ബാക്കുമാണ്, നമ്മൾ നല്ല ഒരു പോസിറ്റീവ് ഫീഡ്ബാക്കുമാണ് നമ്മളെ ഈ പ്രോഗ്രാം ഇത്രയും കണ്ടിന്യൂ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. നമ്മൾ 50 എപ്പിസോഡുകളിലേക്കാണ് ഇപ്പം തൽക്കാലം പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് വിവിധ വിഷയങ്ങളിൽ ഏതാണ്ട് 30-ലധികം ഡോക്ടർമാർ നമ്മളോട് കഴിഞ്ഞ 44 എപ്പിസോഡുകളിലായി സംവദിക്കുകയുണ്ടായി. അതായത് നോർത്ത് അമേരിക്കയിലെയും ഇന്ത്യയിലെയും വിവിധ രാജ്യങ്ങളിൽ നിന്നും ഏതാണ്ട് എല്ലാ സ്ട്രീമിലുള്ള ഡോക്ടർമാരും നമ്മളോട് പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി. ഇന്ന് വളരെ ഒരു പുതിയ ടോപ്പിക്കുമായിട്ടാണ് പ്രിയപ്പെട്ട ഡോക്ടറെ എത്തിയിട്ടുള്ളത്. ഞാൻ എൻ്റെ കടമയിൽ കിടക്കുകയാണ്. ഇന്നത്തെ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് സമാജത്തിൻ്റെ പ്രിയങ്കരനായ പ്രസിഡന്റ് ശ്രീ കുര്യൻ പ്രക്കാനമാണ്. കുര്യനെ പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യേണ്ട കാര്യമില്ല, എങ്കിലും സമാജത്തിൻ്റെ പ്രസിഡന്റായ കുര്യനും നാഷണൽ ഫെഡറേഷൻ ഓഫ് കേരള അസോസിയേഷൻ ഓഫ് കേരള മലയാളി അസോസിയേഷൻ ഓഫ് കാനഡയുടെ പ്രസിഡന്റ് കൂടിയാണ്. കേരള ലോകസഭാ അംഗം കൂടിയായ കുര്യന് സമാജത്തിന് ഭയങ്കര സ്തുത്യർഹമായ സേവനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട കുര്യനെ എല്ലാവർക്കും വേണ്ടി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തായിട്ട് നമ്മുടെ ഇന്നത്തെ സ്പീക്കർ ക്ലാസ് നടത്താൻ വന്നിട്ടുള്ളത് പ്രിയപ്പെട്ട ഡോക്ടർ അരുൺ എസ് മേനോനാണ്. ഡോക്ടർ MD UK നിന്ന് പൂർത്തിയായതിനു ശേഷം എൻഡോക്രിനോളജിയിൽ സ്പെഷ്യലൈസേഷനും UK നിന്ന് നേടിയിട്ടുണ്ട്. ദീർഘകാലം അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് കൊച്ചിയിൽ പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. ഇപ്പോൾ ഡോക്ടർ ലിസി ഹോസ്പിറ്റലിലെ എൻഡോക്രിനോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡായിട്ട് സേവനം അനുഷ്ഠിക്കുകയാണ്. വളരെയധികം അറിവുള്ള ഒരു ഡോക്ടറാണ്. നമുക്കൊരു ഈ കുര്യൻ പറഞ്ഞ കൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ലഭിച്ചത് അദ്ദേഹത്തിൻ്റെ ടൈം കിട്ടിയത് വളരെ ഭാഗ്യമാണ്. ധാരാളം യൂട്യൂബിൽ അദ്ദേഹത്തിൻ്റെ വീഡിയോസ് ഓൾറെഡി ഉണ്ട്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും പ്രയോജനമായി തീരുമെന്ന് അറിയുന്നു എന്ന് വിശ്വസിക്കുകയാണ്. എല്ലാവർക്കും വേണ്ടി, ബ്രാഹ്മൺ മലയാളി സമാജത്തിന് വേണ്ടി, ടൊറൻറ്റോ മലയാളി കമ്മ്യൂണിറ്റിക്ക് വേണ്ടി ഡോക്ടർ അരുൺ എസ് മേനോനെ സസന്തോഷം സ്വാഗതം ചെയ്യുന്നു. അടുത്തായിട്ട് നമ്മുടെ ഇന്നത്തെ വിശിഷ്ടാതിഥി റവറൻഡ് ഫാദർ ഡോക്ടർ തോമസ് ജോർജനാണ്. കുര്യൻ പറഞ്ഞ കണക്ക് തന്നെ
അച്ഛനും ഒരു ഡോക്ടറാണ്. അച്ഛന് കാലടി ശ്രീശങ്കരാചാര്യ കോളേജിൽ നിന്ന് സൈക്കോളജിയിൽ PhD നേടിയിട്ടുണ്ട്. അച്ഛനൊരു കൗൺസിലറാണ്, MSW ബിരുദധാരിയാണ്, ധാരാളം മികച്ചൊരു പ്രഭാഷകൻ കൂടിയാണ്. അച്ഛനുമായിട്ട് കഴിഞ്ഞ ഒരു 15 വർഷത്തിനടുത്ത് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ദീർഘകാലം ടൊറന്റോ സെന്റ് ഗ്രിഗോറിയസ് ഓർത്തഡോക്സ് ഇടവകയുടെ വികാരിയായിരുന്നു. ഇപ്പോൾ ടൊറന്റോ സെന്റ് തോമസ് ഓർത്തഡോക്സ് ഇടവകയുടെ വികാരിയായി സേവനമനുഷ്ഠിക്കുന്നു. അച്ഛന് നാട്ടിലെ നിലമ്പൂർ സ്വദേശിയാണ്. പ്രിയപ്പെട്ട അച്ഛനെ ബ്രാഹ്മണ സഹായത്തിന് വേണ്ടി ഈ മീറ്റിംഗിലേക്ക് സസന്തോഷം ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. വെൽക്കം അച്ഛൻ. അടുത്തായിട്ട് നമ്മുടെ കമ്മിറ്റി മെമ്പേഴ്സ് ഉണ്ട്. പ്രിയപ്പെട്ട ട്രഷറർ ജോസഫ് പൊന്നശ്ശേരി, സെക്രട്ടറി ശ്രീ മുരളി പണിക്കർ, ശ്രീ സഞ്ജയ് മോഹൻ, കമ്മിറ്റി മെമ്പേഴ്സായ ജോയിന്റ് ട്രഷറർ ശ്രീ സന്നീപ്പൻ, എന്റർടൈൻമെന്റ് കൺവീനർ ശ്രീമതി ഷീല പുതുക്കേരിൽ, യോഗേഷ് ഗോപകുമാർ, ധാരാളം കമ്മിറ്റി മെമ്പേഴ്സ് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ പ്രോഗ്രാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ലോകമെമ്പാടുമുള്ള ഫേസ്ബുക്കിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ടൊറന്റോയിലെയും എല്ലാ മലയാളി സുഹൃത്തുക്കളെയും ഒരിക്കൽ കൂടി ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. ബാക്ക് ടു കുര്യൻ. വെൽക്കം ഓൾ. താങ്ക് യു വിനു. അടുത്തതായിട്ട് നമ്മുടെ ആശംസ പ്രസംഗമാണ്. പ്രസംഗത്തിനായിട്ട് ബഹുമാനപ്പെട്ട ഡോക്ടർ തോമസ് ജോണത്തിനെ ഞാൻ ഹാദരപൂർവ്വം ക്ഷണിച്ചു. ഹലോ, കേൾക്കാവോ? അതെ. ആദരണീയരായ ബ്രാംപ്ടൺ മലയാളി സമാജ അംഗങ്ങളെ, ഇന്നത്തെ ഡോക്ടർ ലൈവ് പ്രോഗ്രാമിന്റെ വിശിഷ്ടാതിഥി ഡോക്ടർ അരുൺ എസ് മേനോൻ, പ്രസ്ഥാനത്തിന്റെ പ്രസിഡന്റ്, അതിന്റെ ജീവനാടിയുമായിട്ടുള്ള ബിജു, നമ്മൾ സ്നേഹപൂർവ്വം വിളിക്കുന്ന കുര്യൻ പ്രക്കാനം, സ്നേഹപൂർവ്വം ബിജു എന്ന് വിളിക്കുന്നു. ബിജു, ഞങ്ങൾക്ക് എപ്പോഴും ബിജു എന്ന് ഓർമ്മ വരാറുള്ള അച്ഛന്മാർ ഗോവനത്തെ പെറ്റയിലാണ് അറിയപ്പെടുന്നത്. ജോസഫ് മുന്നശ്ശേരി ട്രഷറും മറ്റു അതിന്റെ കമ്മിറ്റി അംഗങ്ങളെ ഈ ഒരു മീറ്റിംഗിലേക്ക്, ഇങ്ങനെയുള്ള ഒരു നല്ല പ്രോഗ്രാമിലേക്ക് എന്നെ ക്ഷണിച്ചതിൽ, രണ്ടു വാക്ക് പറയാനായിട്ട് ക്ഷണിച്ചതിനുള്ള സ്നേഹം, ആദരങ്ങൾ ഏറ്റവും വിനയത്തോടെ എല്ലാവരോടും അറിയിക്കുന്നു. വളരെ ദൂരെ നിന്ന് ബ്രാംപ്ടൺ മലയാളി സമാജത്തിന്റെ ഭാഗമാകാൻ എനിക്ക് സാധിച്ചിട്ടുള്ളൂ. ബിജു ഇതുപോലെ തരുന്ന എന്തെങ്കിലും വിളിക്കുന്ന ഓപ്പർച്യൂണിറ്റിയിലൊക്കെ തന്നെ പങ്കെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒരു കാര്യം എനിക്കറിയാം, ടൊറന്റോ മലയാളി സമാജം മാത്രം അറിയപ്പെട്ടിരുന്ന ഒരു കാലത്ത് അതിൽ നിന്ന് വ്യത്യസ്തമായി ബ്രാംപ്ടണിലും ഉള്ള കുടിയേറ്റക്കാരായ മലയാളികളെ എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് വളരെ ഭംഗിയായിട്ട് ഒരു മലയാളി സമാജം കെട്ടിപ്പടുത്ത് വിവിധ പ്രോഗ്രാമുകൾ, വളരെ കളർഫുൾ ആയിട്ടുള്ള ഒത്തിരി പ്രോഗ്രാമിലൂടെ അതിനെ ബഹുദൂരം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കുര്യൻ പ്രക്കാനത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഞാൻ സന്തോഷത്തോടെ ഓർക്കുകയാണ്. നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഒത്തിരി ഉള്ള ഒരു വ്യക്തിയാണ്. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിക്കും, ബിജു കേരളത്തിലായിരുന്നെങ്കിൽ രാഷ്ട്രീയമായിട്ട് വളരെ ഉന്നതമായ നിലയിൽ ഇന്ന് ആയിരിക്കേണ്ട ഒരാളാണ്. അത്ര അധികം സംഘടനാ പാഠവും അദ്ദേഹത്തിന് ദൈവം കനിഞ്ഞ് നൽകിയിട്ടുണ്ട്. അത് ഈ മലയാളി സമാജത്തിന് വേണ്ടി ഉപയോഗിച്ച് കാണുന്നതിൽ ഉള്ള സന്തോഷം ഞാൻ അറിയിക്കുകയാണ്. പ്രത്യേകിച്ചും ഇന്ന് ഇപ്പോൾ നമുക്കറിയാം പാൻഡമിക് ടൈമാണ്. ഈ സമയത്ത് ധാരാളം എല്ലാവരും തന്നെ വാട്സാപ്പിൽ എല്ലാവരും തന്നെ വൈദ്യന്മാരായിട്ട് പ്രത്യക്ഷപ്പെടാറ്, എല്ലാവരും ട്രീറ്റ്മെന്റും നിർദ്ദേശിക്കാറുണ്ട്. ഒത്തിരി കൺഫ്യൂസിങ് ആണ്. ആധുനിക വൈദ്യശാസ്ത്രത്തിലെ ഡിപ്പെൻഡ് ചെയ്യാതെ പലപ്പോഴും ഉള്ള ഒരുപാട് മിസ്ഗൈഡൻസ്, അത് ഹോമിയോപ്പതി ആയിക്കോട്ടെ, ആയുർവേദമായിക്കോട്ടെ, ഒതന്റിക് ആയിട്ട് പഠിച്ചവർ പറയുമ്പോൾ അതിനേതായിട്ടുള്ള വാല്യൂ, ഇംഗ്ലീഷ് മോഡേൺ മെഡിസിനും എല്ലാം തന്നെ. എന്നാൽ അതിൽ നിന്നൊക്കെ ഇന്ന് വ്യത്യസ്തമായിട്ടുള്ള മിസ്ഗൈഡൻസ് ഒത്തിരി ഉള്ള സമയത്ത് ഇങ്ങനെ ഡോക്ടർ ലൈവ് പ്രോഗ്രാമിലൂടെ നമുക്ക് ആവശ്യമായ നമ്മുടെ മെഡിക്കൽ സയൻസിൽ ആവശ്യമായ വിജ്ഞാനം പകർന്ന സമൂഹത്തിന് നൽകുവാൻ തക്കവണ്ണം ഉള്ള ഈ ഉദ്യമം ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാൽവയ്പായിട്ട് ഞങ്ങൾ കണ്ടത്. അത് തുടങ്ങി അവസാനിപ്പിക്കുകയല്ല, 44ാമത്തെ എപ്പിസോഡിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു സ്ട്രോങ് കൺസിസ്റ്റൻസി, ഡിറ്റർമിനേഷൻ, അതുപോലെ തന്നെ അതിനോടുള്ള ഒരു ഡെഡിക്കേഷൻ ഒക്കെയാണ് കാണിക്കുന്നത്. അതിനുവേണ്ടി ഈ അധ്വാനിക്കുന്നവരെ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ നിർവാഹമില്ല. എല്ലാവരും അഭിനന്ദനം അർഹിക്കുന്നു.
പ്രിയപ്പെട്ട കുര്യനെ പോലെ തന്നെ. ഇന്നത്തെ ഡോക്ടർ ഒരു എൻഡോക്രൈനോളജിസ്റ്റ് ആണ്, ഡോക്ടർ അരുൺ എസ് മേനോൻ. നേരിട്ട് പരിചയമില്ലെങ്കിൽ പോലും ഒന്ന് യൂട്യൂബിൽ പരതിയപ്പോൾ അദ്ദേഹത്തിന്റെ പഠനത്തിന്റെ ഒരു ഒരു വലിയ ആഴം പരപ്പും ഒക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. ഇവിടെ നമുക്കറിയാമല്ലോ, ഒരു എൻഡോക്രൈനോളജിസ്റ്റ് എന്ന് പറയുന്നത് അപ്പോയിന്റ്മെന്റ് കിട്ടണമെങ്കിൽ മിനിമം 3 മാസം വെയിറ്റ് ചെയ്യാതെ പ്രയാസവും. ആദ്യത്തെ അപ്പോയിന്റ്മെന്റ് ചിലപ്പോൾ 6 മാസം വരെ ഇടും. എൻഡോക്രൈനോളജി അത്രയും റിനൗൺഡ് ആയിട്ടുള്ള, വളരെ ഒരു ഐഡന്റിഫൈഡ് ആയിട്ടുള്ള മെഡിക്കൽ ഡിസിപ്ലിൻ ആണ്. അങ്ങനെയുള്ള ഒരു തിരക്കുള്ള ഒരു ഡോക്ടർ കേരളത്തിലും അതുപോലെ തന്നെ എൻഡോക്രൈനോളജിസ്റ്റ് വളരെയധികം പേരില്ല ഉള്ളവരെ. അതുപോലെ ഇതുപോലെ വളരെ പ്രശസ്തരായ ഡോക്ടേഴ്സിനെ നമുക്ക് പ്രോഗ്രാമിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നു. ഡോക്ടർ അരുൺ എസ് മേനോനെ പോലുള്ള ഒരാളെ ഇന്നത്തെ ഈ മീറ്റിംഗിൽ ലഭിക്കുന്നു എന്നുള്ളത് ബ്രാംപ്ടൺ മലയാളി സമാജത്തെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ ശ്രോതാക്കളെ സംബന്ധിച്ചും ഒരു വലിയ ഒരു അനുഗ്രഹമാണ്, ഒരു ബ്ലെസ്സിംഗ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ നമ്മൾ ശ്രദ്ധയോടെ കേൾക്കാൻ ഇടയാകട്ടെ. നമ്മൾക്കൊക്കെ ജീവിതത്തിൽ പ്രായോഗികമായിട്ടുള്ള പല കാര്യങ്ങളും നിത്യജീവിതത്തിൽ ഗുണദൂഷിപ്പാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കും. തുടർന്ന് വന്ന എല്ലാ മീറ്റിങ്ങുകളിലും പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യപ്പെട്ടത്. ഇനി അങ്ങോട്ട് ബഹുദൂരം ഇത് മുന്നോട്ട് പോകട്ടെ. ബ്രാംപ്ടൺ മലയാളി സമാജത്തിന്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും ഗംഭീരമായിട്ട് പോകട്ടെ. ഇതിൽ പ്രധാനം ആയുസ്സോടെ, ആരോഗ്യത്തോടെ, സന്തോഷത്തോടെ ഈ സംഘടനയ്ക്ക് നല്ല നേതൃത്വം കൊടുക്കട്ടെ. അതിന്റെ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഉത്സാഹത്തോടും യോജിച്ച്, ചിലരെയൊക്കെ എനിക്ക് പരിചയമുണ്ട്. ജോസഫിന്റെ ശരി, ബിനു ജോഷുവ, അതുപോലെ തന്നെ സഞ്ജയ്, മോഹൻ, ഇവരെല്ലാം ചെറിയ, ബിനുവിനെ നല്ല അടുത്ത പരിചയമുണ്ട്, പുനശ്ശേരി നല്ല അടുത്ത പരിചയമുണ്ട്. മറ്റുള്ളവരൊക്കെ ദൂരെ നിന്നുള്ള ഒരു ചെറിയ പരിചയം മാത്രമാണുള്ളത്. എല്ലാവരും കൈകോർത്ത് ഈ സംഘടന ഏറ്റവും ധന്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ജഗദീശ്വരൻ എല്ലാ അനുഗ്രഹങ്ങളും ഈ സംഘടന പ്രവർത്തനങ്ങൾ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും ഇന്ന് ക്ഷണിച്ചതിലുള്ള സ്നേഹം അറിയിച്ചുകൊണ്ടും നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. അടുത്തതായിട്ട് നമ്മൾ കാത്തിരുന്ന നമ്മുടെ ക്ലാസ് ആണ്. ഡോക്ടർ അരുൺ എസ് മേനോന്റെ പ്രഭാഷണം ആരംഭിക്കുകയാണ്. അദ്ദേഹം എന്തെല്ലാം അറിവുകൾ നമുക്കൊന്ന് പകർന്നു തരും എന്നുള്ളത് അറിയണമെങ്കിൽ അടുത്തൊരു മണിക്കൂർ നമ്മൾ കാത്തിരിക്കേണ്ടി വരും. ഈ ഒരു മണിക്കൂർ ഞങ്ങൾ വളരെ ക്ഷമയോടെയും ജിജ്ഞാസയോടെയും അങ്ങയുടെ വാക്കുകൾ ശ്രവിക്കാനായിട്ട് കാത്തിരിക്കുന്നു. ഉപകാരപ്രദമായ ധാരാളം ഞങ്ങളുടെ ജീവിതത്തിൽ അറിവില്ലാത്ത പല കാര്യങ്ങളും അങ്ങനെ നിന്ന് ഞങ്ങൾക്ക് ഗ്രഹിക്കാം. ഇന്ന് തിരിച്ചു പോകുമ്പോൾ കൂടുതൽ അറിവോടുകൂടി വീട്ടിൽ തിരിച്ചു ചെന്ന് ഭാര്യയോടും പിള്ളേരോടൊക്കെ ഇതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാനുള്ളൊരു ഒരു സെറ്റപ്പ് ഞങ്ങൾക്കും ആകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ബഹുമാനപ്പെട്ട ആദരണീയനായ ഡോക്ടർ അരുൺ എസ് മേനോനെ ബ്രാംപ്ടൺ മലയാളി സമാജത്തിൻ്റെ കമ്മിറ്റിയുടെ എല്ലാവരുടെയും പേരിലും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെയും പേരിലും ആദരപൂർവ്വം ഈ മീറ്റിങ്ങിലേക്ക് സംസാരിക്കാൻ ക്ഷണിച്ചുള്ളൂ. So, good evening everyone. Good morning. Sorry, evening ഇവിടെ ആയതുകൊണ്ടാണ് ഞാൻ good evening തുടങ്ങിയിട്ട്. Good morning to everybody in Canada, and of course good morning, evening ഒന്നും പറയാൻ പറ്റില്ല. If people are listening from other place also, then that's probably not very relevant. പക്ഷെ എന്നാലും thank you so much for the kind introduction. And അച്ഛനെ ഇപ്പോൾ തിരക്കിട്ട് I think he has got some other meeting എന്ന് പറഞ്ഞു. അച്ഛന് ഫുൾ സ്റ്റേ ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. പക്ഷെ thank you so much for the nice words and to all of you. അപ്പോൾ what I thought ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് കുറച്ചൊരു ഇൻഫോർമലായിട്ട് തന്നെ ഉള്ള ഒരു വിധത്തിൽ കീപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം പലപ്പോഴും എന്താ പറഞ്ഞാൽ ഒരു ഡൈഡാറ്റിക് ലെക്ചറൊക്കെ നമ്മൾ കൊടുക്കുമ്പോഴേക്കും ആളുകൾക്ക് ബോറാവും. ഒന്നാമത് എന്താ പറഞ്ഞാൽ ഒരുപാട് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ഏരിയാസ് ആണ്. അപ്പോൾ അത് പറ്റുന്നത്രയും സിമ്പിളായി നമ്മൾ കീപ്പ് ചെയ്താൽ പോലും എല്ലാവർക്കും ഒരേ ടൈപ്പ് ഓഫ് നോളജ് ആയിക്കോണമെന്നില്ല. അപ്പം മെനി ഓഫ് യു മൈറ്റ് ബി ഫ്രം ഇപ്പോൾ മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരുണ്ടാവാം, അല്ലെങ്കിൽ മെഡിക്കൽ നോളജ് കുറച്ച് കൂടുതലുണ്ടാവും, കുറവുണ്ടാവും. നാച്ചുറലി എല്ലാ ഫീൽഡിനെ പറ്റി നമുക്ക് അങ്ങനെയല്ലേ. അപ്പോൾ അതനുസരിച്ച് പലപ്പോഴും ഒരു ടോക്ക് മാത്രമാകുമ്പോൾ ചിലർ ദേ വിൽ ഗെറ്റ് യുനോ ഔട്ട് ഓഫ് പ്ലേസ് ദർ. അപ്പോൾ അത് വേണ്ട. അപ്പോൾ ഐ വിൽ ട്രൈ ടു കീപ്പ് ഇറ്റ് വെരി സിമ്പിൾ ഇൻ മൈ ടോക്ക്. ഒരു 35 to 40 minutes മേ ബി കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് വി ക്യാൻ ഏതൊരു ടോപ്പിക് എടുത്താലും ഈ ഒരു എൻഡോക്രൈൻ റിലേറ്റഡ് ആയിട്ടുള്ളത് ഐ വിൽ ട്രൈ ടു ആൻസർ ആൻഡ് ഐ വിൽ ട്രൈ ടു അഡ്രസ്. ആൻഡ് ഓഫ് കോഴ്സ് ഒരു ഇൻട്രാക്ഷൻ ആയാലും വളരെ നല്ലതായിരിക്കും ഇൻ ടേംസ് ഓഫ് ഒപ്പീനിയൻസ് ആളുകൾക്കുള്ളത്. നമ്മുടെ ഇപ്പോൾ ഈ ഫേസ്ബുക്കിൽ നിന്നൊക്കെ ഐ പ്രിസ്യൂം എല്ലാം ക്വസ്റ്റ്യൻസ് ഓൺ ചാറ്റ് ബോക്സ് ആയിരിക്കും ഉദ്ദേശിക്കുന്നു അല്ലേ ബിനു? ഇസ് ദാറ്റ് ഹൗ ഇറ്റ് വുഡ് ബി?
Mostly Yes. chat box ആയിരിക്കട്ടെ. Okay, that is fine. So that അത് കുറച്ചും കൂടെ അപ്പോൾ it's easier to answer and go rather than different people talking. So അപ്പോൾ ഞാൻ കുറച്ച് ഒരു സ്ലൈഡ് സെറ്റ് ഉണ്ട്. Can I just project that? That should be okay അല്ലേ? അപ്പോൾ അതൊന്ന് if you can let me share the screen. ആരാ host? സഞ്ജയ് സഞ്ജയ് About today, I've actually chosen a vast topic. And I was just thinking and trying to make it interesting by putting it, are hormones to be blamed for our ailments? There is no straightforward answer to that question. You can either blame it, or you can say that the hormones are what make us do what we do, from our higher mental function to our bodily function to our Achin, of course, being, I think Achin the psychology background, which I'm sure he will appreciate that, because the effects of hormones on all aspects of our existence is immense. And adile koreyengilum nammal innappo we will try and discuss and take it forward. Appo share screen option taramo സഞ്ജയ്? Yes. Yes, thank you. Doctor. Let me just get that. Okay, so I think as in the presidential address, it was mentioned, we live in a very difficult, challenging time. Very, very challenging time, because palappuzhum it is not lack of information that's a problem. And in fact, I think it's something which we all identified. It is a lot of information, 50% or more of which is actually wrong information, some of which is kind of half wrong, half right. പലതും പലരുടെ interpretation ആയിരിക്കാം. അപ്പോൾ science doesn't progress that quickly. Science always progresses fairly slowly, saying that we have made rapid strides. ഇപ്പോൾ ഒരു കഴിഞ്ഞ ഒരു 50 years or even actually ഇത് ഏറ്റവും നമ്മൾ ഹോർമോൺ എന്ന് പറഞ്ഞ് നമ്മളെല്ലാം മനസ്സിലാക്കുന്ന ഹോർമോൺ ഇൻസുലിൻ എന്ന് പറഞ്ഞ ഹോർമോൺ. അതിനെ ഡിസ്കവർ ചെയ്തിട്ട് of course Canada is the place, isn't it? Banting and Best from Canada, they were the ones who first discovered the insulin, gave it to a type 1 diabetes patient, and made such a remarkable this thing. I mean, Nobel Prize winners, as you know, Banting and Best. So actually we are 100 years from that, exactly 100 years. So 1921 is when Banting and Best did that. അവർ ഇത് ഐസൊലേറ്റ് ചെയ്ത് ഡോഗ് പാൻക്രിയാസിനെ ഐസൊലേറ്റ് ചെയ്ത് അത് ഒരു ഹ്യൂമൻ ഒരു കുട്ടിക്ക് കൊടുത്ത് അതിൻ്റെ റിമാർക്കബിൾ ഫോട്ടോസ് ഐ തിങ്ക് മോസ്റ്റ് ഓഫ് യു വുഡ് ഹാവ് സീൻ. ഞാൻ ആക്ച്വലി ഇന്ന് ഇട്ടിട്ടില്ല ഇതിൽ. റിമാർക്കബിൾ ഫോട്ടോ ഓഫ് എ ചൈൽഡ് ഹു ലുക്സ് ലൈക്ക്, നമ്മൾ ഇഫ് യു ഡോണ്ട് മൈൻഡ് മീ സെയിങ്, ആഫ്രിക്കയിലെ പല പോവർട്ടി റിഡൻ ഏരിയാസിൽ കാണുന്ന പോലെ അത്രയും ഷ്രങ്കണായിട്ടുള്ള ഒരു കുട്ടി, അത്രയ്ക്ക് ഇമാഷിയേറ്റഡ് ആയിട്ടുള്ള ഒരു കുട്ടിയെ ഡയബറ്റിസ് കൊണ്ട്. എന്ന് പറഞ്ഞാൽ ആ കാലം വരെ ഡയബറ്റിസ് ടൈപ്പ് 1 ഡയബറ്റിസ് ആണിത്, നമ്മളിപ്പോൾ ഈ പറയുന്ന ടൈപ്പ് 2 ഡയബറ്റിസ് അല്ല. ടൈപ്പ് 1 ഡയബറ്റിസ് വന്നു കഴിഞ്ഞാൽ children, usually it happens in children, as you know, children will usually die unfortunately because there is no treatment. അന്ന് ആ ഇൻസുലിൻ നമുക്ക് കൊടുക്കാൻ വഴിയില്ല. ഇൻസുലിൻ്റെ അബ്സല്യൂട്ട് ഡെഫിഷ്യൻസി ആണ് ആ അസുഖത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഇൻസുലിൻ ഇല്ലാത്തതുകൊണ്ട് ആ പേഷ്യൻസ് മാസങ്ങൾ ടു വർഷങ്ങൾ കൊണ്ട് എന്താ പറയണ്ടേ ഇമാഷിയേറ്റ് ചെയ്ത് മരിച്ചു പോകുമായിരുന്നു. അങ്ങനെ ഒരു കണ്ടീഷനിൽ നിന്ന് ഈ ഒരു ഇൻസുലിൻ കൊടുത്ത് റിമാർക്കബിൾ ആയിട്ട് ആ പേഷ്യൻ്റ് ആൻഡ് ദ ചൈൽഡ് ലിവ്ഡ് ഫോർ നമ്പർ ഓഫ് ഇയേഴ്സ്, ഐ തിങ്ക് 20-30 years or more. അപ്പോൾ അത്ര റിമാർക്കബിൾ ആയിട്ടുള്ളൊരു അച്ചീവ്മെൻ്റ് ആണ് കാനഡയിൽ നിന്ന് അബൌട്ട് 100 years ബാക്ക് വന്നത്. അവിടുന്ന് തുടങ്ങിയ ഒരു ഇതാണ്.
നോട്ട് ദാറ്റ് ഹോർമോൺസിനെ പറ്റി അതിന് മുമ്പ് വലിയ വിവരമുണ്ട്. അപ്പോൾ ഹോർമോൺ എന്ന് പറഞ്ഞാൽ വേർഡ് പോലും കോയിൻ ചെയ്ത് ഇൻഫാക്ട് അറൌണ്ട് ദാറ്റ് ടൈമാണ്, ഒരു 100 years. സ്റ്റാർലിംഗ് എന്ന് പറഞ്ഞൊരു ഒരു ആളാണത് കോയിൻ ചെയ്തത്. പക്ഷേ അപ്പം നമ്മുടെ നോളജ്, ഇപ്പം നമ്മുടെ ഓവറോൾ നമ്മുടെ ജേർണി, ഒരു ലൈഫ് ജേർണിയിൽ നോക്കുകയാണെങ്കിൽ, ലൈഫല്ല ആക്ച്വലി ഹിസ്റ്റോറിക്കൽ ജേർണിയിൽ നോക്കുകയാണെങ്കിൽ, ദിസ് ഈസ് എ ന്യൂ ഫീൽഡ്. മനുഷ്യനെന്നും ഉണ്ടായിരുന്നു, പക്ഷേ മനുഷ്യൻ്റെ പല ബോഡിയിലെ പല ഫങ്ഷൻസിൻ്റെ വാട്ട് റെഗുലേറ്റ്സ് ഇറ്റ്, controls it perhaps പറയാം, പക്ഷെ മോസ്റ്റ്ലി റെഗുലേഷൻ ആണ്. ദാറ്റ് ഇസ് വാട്ട് ഐ എം വൺ ഓഫ് ദ പോയിന്റ്സ് ഐ വുഡ് ട്രൈ ടു എംഫസൈസ് ടുഡേ. റെഗുലേറ്റ് ചെയ്യുന്ന ഇതാണ് ഹോർമോൺസ്. അപ്പോൾ ആ 100 years ജേർണിയിൽ നമ്മൾ ഒരുപാട് ഫ്രണ്ടിലേക്ക് വന്നു കഴിഞ്ഞു, ശരിയാണ്. പക്ഷേ ഇപ്പോഴും ഐ തിങ്ക് വി ആർ പ്രോബ്ലി മേ ബി ഈവൻ 10% 20% നോളജ് നമുക്ക് ഇപ്പോഴും ഈ ഫീൽഡിനെ പറ്റി, ഹോർമോൺസ് ആൻഡ് അതിൻ്റെ ആക്ഷനെ പറ്റി നമുക്ക് ഇപ്പോഴും അറിയുള്ളൂ എന്ന് വേണം പറയാൻ. Lot more needs to be found out, lot more needs to be understood. അപ്പോൾ അങ്ങനെ ഒരു സമയത്ത് with the social media going and all that, people come out with opinions saying that this is the problem, ഇതുകൊണ്ടാണ് എന്ന് പറഞ്ഞ് അത് പലപ്പോഴും ശരിയായിക്കോണമെന്നില്ല. ബിക്കോസ് people make their own diagnosis. Anecdotal ആയിട്ട് ഒരു കേസിൽ അവർ ചിലപ്പോൾ അവരിൽ തന്നെ പരീക്ഷിച്ചപ്പോൾ വർക്ക് ചെയ്തൊരു കാര്യത്തെ ഭയങ്കരമായി അത് പറയുകയും ഇത് ഇങ്ങനെ സംഭവിച്ചു എന്ന്. അപ്പോൾ പലപ്പോഴും വി ഷുഡ് ബി വെരി കെയർഫുൾ ഇൻ ടേക്കിംഗ്. നമ്മൾ മറ്റുള്ളവർ പറയുന്നത് കേൾക്കരുന്നല്ല, ഓഫ് കോഴ്സ് വി ആർ ഹിയർ, ബട്ട് ആ ഒരു ഇൻഫർമേഷൻ നമ്മൾ ശരിയാണോ എന്നുള്ളത് പലപ്പോഴും ഇറ്റ് ഇസ് ബെസ്റ്റ് ടു ഡിസ്കസ് ദാറ്റ് വിത്ത് പീപ്പിൾ ഹു നോ. ബിക്കോസ് ഈ നോളജിൻ്റെ ഒരു അതാണല്ലോ, നോളജിൻ്റെ ഐ തിങ്ക് ഐ എം ഷുവർ ഓൾ ഓഫ് യു വിൽ അഗ്രി, നമ്മുടെ ലിമിറ്റേഷൻ അറിയുമ്പോഴാണ് നമ്മൾ മോർ നോളജബിൾ ആവുന്നത്. ഇറ്റ് ഇസ് നോട്ട് വെൻ വി നോ സംതിങ്, ഇറ്റ് ഈസ് വെൻ വി നോ that we don't know a lot about it. അപ്പോഴാണ് നമ്മൾ actually we reach a point where yes, I'm not sure about this, or I don't know about this, I know this much. And അപ്പോഴല്ലേ നമുക്ക് ആ ലോകത്തിൻ്റെ ഫുൾ ഒരു ഇത് മനസ്സിലാകുന്നുള്ളൂ. അപ്പോൾ I think that is this thing, because you have to be always careful when you take information from anybody and try to get the information as possible from people who have the most knowledge at this point. അത് 100% ശരിയായിക്കൊള്ളുന്നില്ല, നാളെ അത് ചിലപ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരിക്കും, നാളെ അത് ഇറ്റ് മൈറ്റ് ബി ടോട്ടലി ഡിഫറെൻറ്റ്. സോ ദാറ്റ് ഈസ് മൈ ഓപ്പണിംഗ് ലൈൻ ഇൻ എ വേ. ഓക്കെ, സോ വാട്ട് ആർ ഹോർമോൺസ്? നമ്മൾ ഇപ്പോൾ എപ്പോഴും എല്ലാവരും ഹോർമോൺസ് എന്ന് പറഞ്ഞാൽ, ഇൻഫാക്ട് സോ മെനി ഓഫ് മൈ പേഷ്യൻസ് ഫസ്റ്റ് കം ആൻഡ് സേ, ഡോക്ടർ എനിക്ക് വിൽ ഹാവ് ലോട്ട്സ് ഓഫ് സിംറ്റംസ്, എനിക്ക് മുടി കൊഴിച്ചിലുണ്ട്, അല്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ ഉണ്ട്, അല്ലെങ്കിൽ മൂഡ് ചേഞ്ചസ് ഉണ്ട്, ഇതെൻ്റെ ഹോർമോൺസിൻ്റെ കൊണ്ടാണോ എന്ന് ചോദിക്കും. അപ്പോൾ പലപ്പോഴും നമ്മൾ വിചാരിക്കുക ശരിക്ക് എന്താണ് ഹോർമോൺ എന്ന് മനസ്സിലായിട്ടാണോ? ആവണമെന്നില്ല. ബിക്കോസ് നമുക്കിപ്പോൾ ആസ് എ ലേമൻ ഇതെല്ലാം ഇരുന്ന് വായിച്ച് മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, പക്ഷെ അതൊക്കെ ഇറ്റ്സ് മോർ ഫോർ ദിസ് തിങ്. അപ്പോൾ നമ്മളിതിൽ മനസ്സിലാക്കേണ്ട ഇൻ എ വെരി സിമ്പിൾ വേ, വാട്ട് ഈസ് ഹോർമോൺ? ഹോർമോൺസ് ആർ കെമിക്കൽസ്. നമ്മുടെ ബോഡിയിൽ നമ്മുടെ ബോഡി ഉണ്ടാക്കുന്ന കെമിക്കൽസ് ആണ്. ഓക്കെ, ആൻഡ് ദീസ് കെമിക്കൽസ് ആക്ട് ആസ് മെസ്സഞ്ചേഴ്സ്. ഓക്കെ, അത് അപ്പോൾ എങ്ങനെ ഉണ്ടാകുന്നത് വെച്ചാൽ, ഈ ഹോർമോൺസ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ഡിഫറെൻറ്റ് ഗ്ലാൻഡ്സ്. ഓക്കെ, എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് എന്ന് പറയുന്ന നമ്മുടെ ബോഡിയിൽ ഉള്ള ചില ഗ്ലാൻഡ്സ് ഉണ്ട്, അതിലേക്ക് നമുക്ക് വരാം. ഞാൻ എൻ്റെ ജസ്റ്റ് ഒരു പിക്ചർ കാണിക്കാം. ഐ എം ഷുവർ യു നോ ഇറ്റ്, പക്ഷെ എന്നാലും അപ്പോൾ ആ ഗ്ലാൻഡ്സിൽ നിന്നുണ്ടാകുന്ന കെമിക്കൽസ് ആണ് ഹോർമോൺസ്. ഇനി എന്താണ് ഹോർമോൺസിൻ്റെ ആക്ഷൻ? ഹോർമോൺസ് ആർ ദെൻ, ഈ ഹോർമോൺസ് മിക്കപ്പോഴും തന്നെ ദേ റിലീസ്ഡ് ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം. അതിൻ്റെ ആക്ഷൻ ലോക്കൽ ആക്ഷൻ അല്ല. ഇപ്പോൾ പല കാര്യങ്ങൾക്കുണ്ടല്ലോ, അവിടെ മാത്രം ആ ഉണ്ടാക്കുന്ന സ്ഥലത്ത് മാത്രമുള്ള ആക്ഷൻ ഉണ്ടാവും ബോഡിയിൽ. ഇതങ്ങനെയല്ല. ദീസ് ഹോർമോൺസ് ഓർ കെമിക്കൽസ് ആർ മെസ്സഞ്ചേഴ്സ് ദാറ്റ് ആർ റിലീസ്ഡ് ഇൻ ടു ദ ബ്ലഡ്. ഇനി ബ്ലഡിൽ കയറി കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ, ദീസ് ഹാവ് സ്പെസിഫിക് റോൾസ്, ഓരോ ഇതിനും. ആൻഡ് ദാറ്റ് റോൾ ഇസ് നോട്ട് ഓരോന്നിനും ഒരു റോള് മാത്രമായിരിക്കും. ദേ മൈറ്റ് ഹാവ് ലോട്ട്സ് ഓഫ് ആക്ഷൻസ് ഇൻസൈഡ് ദ ബോഡി. പല ആക്ഷൻസ് ഉണ്ടാവും. അത് ആ പെർട്ടിക്കുലർ സ്ഥലത്തേക്ക് പോവുകയും ആ പെർട്ടിക്കുലർ സെൽസുകളിലേക്ക് പോവുകയും അവിടെ വാതിലുകളുണ്ട്. സോ ദേ ആർ കോൾഡ്, ഐ എം ഷുവർ യു വുഡ് ഹാവ് ഹേർഡ്, കോൾഡ് റിസെപ്റ്റേഴ്സ്. റിസെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സോ റിസെപ്റ്റേഴ്സ് ആർ ലൈക്ക് ഡോഴ്സ് ഓർ എന്താണ്, അടച്ച വാതിലുകളാണത്. ഈ സാധനങ്ങൾ മെസ്സഞ്ചേഴ്സ് അവിടെ ചെല്ലുമ്പോൾ ദ വാതിൽ ഓപ്പൺസ്, ദ ഡോർ ഓപ്പൺസ്. ഓക്കെ, നൈസ് കോൺസെപ്റ്റ് അല്ലേ, പറയുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തോന്നും. സോ ദ ഡോർസ് ഓപ്പൺ ആൻഡ് ദേ വിൽ ലെറ്റ് ദീസ് ഹോർമോൺസ് ഇൻ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മളൊരു ലെറ്റ് us say തൈറോയിഡ് ഹോർമോൺ, അതിനെപ്പറ്റിയൊക്കെ നമുക്ക് കുറച്ച് ഡിസ്കസ് ചെയ്യാം. പക്ഷേ തൈറോയിഡ് ഹോർമോൺ എടുക്കുകയാണെങ്കിൽ, തൈറോയിഡ് ഹോർമോൺ ഇസ് റിലീസ്ഡ് ഫ്രം ദ തൈറോയിഡ് ഗ്ലാൻഡ്. എവരിബഡി നോസ് ദാറ്റ്, എല്ലാവർക്കും അറിയാം. ആൻഡ് ദാറ്റ് ഗെറ്റ്സ് ഇൻ ടു ദ ബ്ലഡ്. ആൻഡ് ഈ തൈറോയിഡ് ഹോർമോൺ ഇസ് റിക്വയർഡ് ഫോർ ദ ആക്ഷൻ ഓഫ് ഓൾമോസ്റ്റ്
എവറി സെൽ ഇൻ ദ ബോഡി, എല്ലാ സെല്ലിൻ്റെയും ബോഡിയിലെ മെറ്റബോളിസത്തിന് തൈറോയ്ഡ് ഹോർമോൺ ഇസ് എസെൻഷ്യൽ. അത് പലയിടത്തും ഡിഫറൻഷ്യൽ ആയിട്ടായിരിക്കും വേണ്ടത്. അപ്പോൾ വൺ ഓഫ് ദ പല സ്ഥലങ്ങളുണ്ട്, പല ബോഡിയിലെ പല പാർട്സ് ഉണ്ട് വേർ തൈറോയ്ഡ് ആക്ട്സ് വെരി ഇമ്പോർട്ടൻറ്റ് റോൾ. അപ്പോൾ നമുക്ക് ഒരു ഫോർ എക്സാമ്പിൾ ഒരു ഭാഗം എടുക്കാം. ഹാർട്ടിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ആക്ഷൻ ഉള്ളൊരു ഇതാണ് തൈറോയ്ഡ് ഹോർമോൺ. അതുകൊണ്ടാണല്ലോ തൈറോയിഡിൻ്റെ ഹോർമോൺ കുറയുമ്പോൾ ഹാർട്ട് റേറ്റ് കുറയുകയും തൈറോയ്ഡ് ഹോർമോൺ കൂടുമ്പോൾ ഹാർട്ട് റേറ്റ് കൂടുകയും ചെയ്യും. ഐ എം ഷുവർ യു നോ അഗെയിൻ കേട്ടിട്ടുണ്ടാവും അത്. അപ്പോൾ തൈറോയിഡിൻ്റെ ഹോർമോൺ ഹാർട്ടിൽ പോയി അതിനെ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അതാണ് ഉണ്ടാകും. അപ്പോൾ ബ്ലഡിൽ കൂടെ തൈറോയിഡിൽ നിന്ന്, തൈറോയിഡ് കഴുത്തിലിരിക്കുന്നു, അവിടെ ബ്ലഡിലേക്ക് ഹോർമോൺ തള്ളുന്നു, അത് ബോഡിയിൽ സർക്കുലേറ്റ് ചെയ്യുന്നു, ഓരോരോ ഓർഗനിൽ പോകുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞൊരു എക്സാമ്പിൾ ഹാർട്ടാണ്. ഹാർട്ടിൽ പോകുന്നു, ഹാർട്ടിലെ സെൽസ് അത് എടുക്കുന്നു, ആക്ഷൻ തുടങ്ങുന്നു. അപ്പോൾ എന്താണ് ആക്ഷൻ? അപ്പോൾ ഈ വാതിൽ ഹാർട്ടിൻ്റെ ആ കവാടങ്ങൾ തുറക്കുന്നു, അതിനകത്തോട്ട് ഈ ഹോർമോൺ കയറുന്നു. ഹോർമോൺ കയറി കഴിയുമ്പോൾ ഇറ്റ് സ്റ്റാർട്ട്സ് എ പ്രോസസ്. ഇറ്റ്സ് എ കാസ്കേഡ് ഓഫ് ഇവൻറ്റ്സ് ദാറ്റ് ഹാപ്പൻസ് ഫ്രം ദെൻ ഓൺ. ആ കെമിക്കൽ റിയാക്ഷൻസ് ആണ് പിന്നെ അതിനകത്ത് ഉണ്ടാകുന്നത്. ഇതൊന്നും നമ്മൾ അറിയുന്നില്ല, നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഓരോ കെമിക്കൽ റിയാക്ഷൻസ്. സോ ദാറ്റ് ഈസ് എ വെരി കോംപ്ലിക്കേറ്റഡ് പ്രോസസ്. അപ്പോൾ നമ്മളിപ്പോൾ ഹോർമോണിനെ പറ്റി പറയുമ്പോൾ ഇറ്റ്സ് ആസ് നോട്ട് ആസ് സിമ്പിൾ ആസ് ആ ഹോർമോൺ പോയി അവിടെ ആക്റ്റീവ് എന്ന് പറയാൻ പറ്റില്ല. അതിനകത്ത് ഇനി എത്ര സ്റ്റെപ്സ് ഉണ്ട്, അപ്പോൾ എത്രയെല്ലാം സ്റ്റെപ്സ് ആ ഒരു ഡോർ തുറന്നു കഴിയുമ്പോൾ ദർ ആർ സോ മെനി സ്റ്റെപ്സ് ടിൽ ദ അൾട്ടിമേറ്റ് ആക്ഷൻ ഇൻ ദാറ്റ് ഓർഗൻ ഹാപ്പൻസ്. അപ്പോൾ so that is where, so hormones are so important in their action. They start a process. So it is like a key. അത് പോയി ആ വാതിൽ തുറക്കുന്ന കീ ആണ്. ഓരോ സ്ഥലത്തെയും കീയും കൊണ്ടാണ് ഈ മെസ്സഞ്ചർ പോകുന്നത്. അത് തുറന്ന് അകത്ത് കയറി ആക്ഷൻ തുടങ്ങുന്നത്. സോ ദാറ്റ് ഈസ് വൈ ഹോർമോൺസ് ആർ സോ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അങ്ങനെ ആലോചിച്ച് കഴിയുമ്പോഴേ നമുക്ക് ആ ഹോർമോൺസിനെ പറ്റി മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇപ്പോൾ ഹോർമോൺസ് പറയുമ്പോൾ നമ്മൾ ഏത് ഹോർമോൺ, ദർ ആർ സോ മെനി ഹോർമോൺസ്. എന്നും പുതിയ ഹോർമോൺസ് കണ്ടുപിടിക്കുന്നുണ്ട്. പുതിയ കെമിക്കൽസ് നമ്മുടെ ബോഡിയിൽ പുതുതായിട്ട് ഉണ്ടാകുന്നതല്ല, ഇതെല്ലാം പണ്ടേ ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നു പുതുതായിട്ട്. അത്രേ ഉള്ളൂ വ്യത്യാസം. സോ അത് ഇൻ സിമ്പിൾ ടേംസ് ഐ തിങ്ക് ഹോർമോൺസ് ആർ വാട്ട് ഐ സെഡ് ഇറ്റ് ഈസ്. ഓക്കെ. ആൻഡ് ദെൻ സെക്കൻഡ് തിങ്, ഇനിയിപ്പോൾ ഇത് എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്? ഓക്കെ, ദിസ് ഈസ് അഗെയിൻ എ വെരി ഇപ്പം ഞാനൊരു പിക്ചർ ഇട്ടിട്ടുണ്ട്. യു മൈ സീ ദിസ് വെരി സിംപ്ലിഫൈഡ് വേർഷൻ ഓഫ് ദ ഓർഗൻസ് ദാറ്റ് പ്രൊഡ്യൂസസ് ഹോർമോൺസ്. ഇതൊന്നും അല്ല, ഇതിന്ന് കൂടുന്ന എത്രയോ സ്ഥലങ്ങളിൽ നിന്നുണ്ടാകുന്നത്. ഇപ്പം അത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ, ആദ്യം ഇത് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ പറയാം. ഇപ്പോൾ പ്രധാനമായി ഹോർമോൺസ് ഉണ്ടാകുന്ന ഒരു സ്ഥലം ബ്രെയിനാണ്. ഓക്കെ, ബ്രെയിനിലെ 3 മേജർ ഓർഗൻസ് ഉണ്ട്. വൺ ഈസ് പിറ്റ്യൂട്ടറി എന്ന് പറയുന്ന ഗ്ലാൻഡ്. ആൻഡ് എല്ലാവരും കേട്ടിട്ടുണ്ടോ, പിറ്റ്യൂട്ടറി എന്ന് പറയുന്ന ഗ്ലാൻഡ് ഈസ് ദി സെൻട്രൽ കൺട്രോൾ. ഇപ്പം നമ്മുടെ ഒരു പോലീസ് ഇതിൻ്റെയൊക്കെ സെൻട്രൽ കൺട്രോൾ എന്ന് പറയുന്ന പോലെ, ദാറ്റ് ഈസ് വെയർ എല്ലാ ഇൻസ്ട്രക്ഷൻസും പ്രിറ്റി മച്ച് കൊടുക്കുന്നത് പിറ്റ്യൂട്ടറിയിൽ നിന്നാണ് പറയുന്നത്. ഓക്കെ, വിത്ത് ഓൾ ദ ആൻഡ് ദർ ഈസ് വെരി ക്ലിയർ. ഇതൊക്കെ വളരെ ക്ലിയർ ആയിട്ട് പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാ ആക്ഷൻസും അല്ല, പക്ഷെ വളരെ ക്ലിയർ ആയിട്ട് പിറ്റ്യൂട്ടറി എന്നാണ് ആ കൺട്രോൾ എന്നുള്ളത്. നമുക്ക് അതിൻ്റെയൊക്കെ ഡൈനാമിക്സ് പലപ്പോഴും മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഹ്യൂമൻ ഇതിൽ തന്നെ ഡേ ടു ഡേ പ്രാക്ടീസ് തന്നെ നമ്മളത് കാണാറുണ്ട്. അപ്പോൾ പിറ്റ്യൂട്ടറി ഒരു സെൻട്രൽ കൺട്രോളാണ്. അവിടെ നിന്നുണ്ടാകുന്ന ഹോർമോൺസ് കുറേ ഉണ്ട്. അതിന് മുകളിൽ ഹൈപ്പോതലാമസ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആ ഹൈപ്പോതലാമസ് ആക്ച്വലി കൺട്രോൾസ് ദ പിറ്റ്യൂട്ടറി. ഓക്കെ, ഇനി അതുകൂടാതെ പൈനിയൽ ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാൻഡ് ഉണ്ട്. അത് കുറച്ചും കൂടെ സൈഡിലേക്ക് ഇരിക്കുന്ന ഗ്ലാൻഡാണ്, വിച്ച് ഹാസ് ലോട്ട് ഓഫ് ഇഫക്റ്റ് ഓൺ മെനി ഓഫ് അവർ മേജർ ഫങ്ഷൻസ് ലൈക്ക് ബിഹേവിയറൽ ഫങ്ഷൻസ്, നമ്മുടെ വെയിറ്റ് പോലത്തെ ഇഷ്യൂസ്, നമ്മുടെ സ്ലീപ്പ് പോലത്തെ ഇഷ്യൂസ്. സോ ദാറ്റ് ഹാസ് ഓൺ ദ ഹയർ മെന്റൽ ഫങ്ഷൻ. പൈനിയൽ ഗ്ലാൻഡ് അത്ര വെൽ സ്റ്റഡീഡ് ഒരു ഗ്ലാൻഡ് അല്ല. There are a lot more information that we need to get about it. പക്ഷേ it is an important gland. അതിൻ്റെ ഫങ്ഷൻസ് നമുക്ക് ശരിയായിട്ട് മനസ്സിലാക്കാൻ തന്നെ പലപ്പോഴും ഡിഫിക്കൽട്ടാണ്. ബിക്കോസ് ഇറ്റ്സ് ആക്ഷൻ ഈസ് നോട്ട്, നമ്മൾക്ക് നമ്മുടെ ഒരു സയൻസിൻ്റെ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എന്ത് മെഷറബിൾ ആവുമ്പോഴേ നമുക്കത്, അപ്പോൾ ഒരു തൈറോയ്ഡ് ഹോർമോൺ എന്ന് പറഞ്ഞാൽ തന്നെ അത് മെഷർ ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. സോ ഈ മെഷർ ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു മെഷർമെൻറ്റ് ആയിക്കോണമെന്നില്ല, മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കണ്ടിട്ടില്ല തൈറോയ്ഡ് ഹോർമോണിൻ്റെ റേഞ്ചാണ് ഇടുക. ബിക്കോസ് അത് അതൊക്കെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. സയൻസിൽ സ്റ്റാറ്റിസ്റ്റിക്സാണ് കൊണ്ടുവരുന്നത്. ദാറ്റ് ഈസ് നെസസറിലി നോട്ട് 100% റൈറ്റ്. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, ദർ വിൽ ബി ഔട്ട്ലയേഴ്സ്. സ്റ്റാറ്റിസ്റ്റിക്സിൽ 100 പേരെ എടുത്താൽ 98 പേർക്ക് എന്തോ നോർമൽ, അതാണ് നമ്മൾ നോർമലായിട്ട് പറയുന്നത്. ഇതിനകത്ത് 2 പേരുണ്ടാവും, അവർക്ക് ഇതിൽ കുറവോ അല്ലെങ്കിൽ കൂടുതലോ നോർമൽ ആയിരിക്കാം, മനസ്സിലായില്ലേ? സോ ദാറ്റ് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ് കമ്മിങ് ഇൻ ടു ഇറ്റ്. ബട്ട് ദാറ്റ് ഈസ് ദ ബെസ്റ്റ് വേ ഫോർ us ടു സ്റ്റഡി ഇറ്റ് ആൻഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. പക്ഷേ pineal gland in pala functions, which is the effect on sleep, the effect on behavior, effect on appetite, so many things are not necessarily well understood.
സോ ഫാർ. അപ്പോൾ അവിടെ അതൊന്ന് തുടങ്ങുന്നു. അപ്പോൾ ബ്രെയിനിൽ ഞാൻ പറഞ്ഞ 3 ഗ്ലാൻഡിൻ്റെ തന്നെ സ്ഥിതി ഇതാണ്. ദെൻ യു കം ഡൗൺ ടു വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഗ്ലാൻഡ്സ് വിച്ച് ഇസ് എ തൈറോയ്ഡ് ഗ്ലാൻഡ്. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മെഡിക്കൽ പ്രോബ്ലംസ് ഇപ്പം ഐ എം ഷുവർ ഇപ്പം ഇങ്ങനെ ഇന്നത്തെ ഒരു ഇതിൽ തന്നെ ഉള്ളതിലൊരു 20% ആളുകൾക്ക് ഉണ്ടാവും എന്തെങ്കിലും ഒരു ചെറിയൊരു തൈറോയ്ഡ് പ്രോബ്ലം ഉണ്ടാവും. Because thyroid gland problems are significantly affected by hereditary factors, our lifestyle factors. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വളരെ കോമൺ ആണ് പ്രോബ്ലംസ്, സ്റ്റാർട്ടിങ് ഫ്രം ചിൽഡ്രൻ ടു എവരിബഡി, അഡൽട്സ് ടു എനി ഏജ്, എൽഡർലി, എല്ലാവർക്കും വളരെ കോമൺ ആയി കാണുന്ന പ്രോബ്ലംസ് ഒന്നാണ് തൈറോയ്ഡ് പ്രോബ്ലംസ്. അത് അണ്ടർ ആക്റ്റീവ് ഓർ ഓവർ ആക്റ്റീവ്. വിൽ കം ടു ദാറ്റ് ലേറ്റർ. ഞാൻ കുറച്ച് സ്ലൈഡ്സ് എൻ്റെ ഉള്ളൂ. പിന്നെ ഒരു പ്രധാന ഗ്ലാൻഡാണ്, കുറച്ചുകൂടെ താഴേക്ക് വന്നാൽ അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറയും. ദാറ്റ് ഈസ് ദ വൺ ദാറ്റ് സിറ്റ്സ് ഇൻ എബവ് ദി കിഡ്നീസ്. അഡ്രീനൽ ഇറ്റ്സ് എൻ അഡീഷൻ ടു ദ റീനൽ. കിഡ്നിക്ക് അഡീഷൻ ആയിട്ടിരിക്കുന്ന ഒരു ഗ്ലാൻഡാണ് അഡ്രീനൽ ഗ്ലാൻഡ്. 2 സൈഡിലും ഓരോന്നുണ്ട്. പെർഹാപ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഗ്ലാൻഡ്. ഇപ്പോൾ അങ്ങനെ പറഞ്ഞാണെങ്കിൽ ഇപ്പോൾ ഞാൻ എല്ലാ ഗ്ലാൻഡും മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പറയേണ്ടി വരും. ബിക്കോസ് പ്രിറ്റി മച്ച് അങ്ങനെയാണ്. ബിക്കോസ് ദാറ്റ് ഈസ് ദ അഡ്രീനൽ ഗ്ലാൻഡിൽ നിന്നാണ് നമ്മുടെ സ്ട്രെസ് ഹോർമോൺസ് ഉണ്ടാകുന്നത്. സ്ട്രെസ് ഹോർമോൺസ് പ്രിഡോമിനൻ്റ് എന്ന് പറഞ്ഞാൽ കോർട്ടിസോൾ എന്നൊരു ഹോർമോൺ. ഈ കോർട്ടിസോൾ എന്ന് പറഞ്ഞാൽ ഹോർമോൺ ഇല്ലെങ്കിൽ നമുക്ക് എക്സിസ്റ്റൻസ് ഇല്ല. വി വിൽ നോട്ട് ബി ഏബിൾ ടു. ഇപ്പോൾ ആരെങ്കിലും നമ്മളെ വന്നിട്ട് 2 അഡ്രീനൽ ഗ്ലാൻഡ് നിങ്ങൾ പറിച്ച് കളയുകയാണെങ്കിൽ, മിറാക്കുലസ്ലി നമ്മൾ രണ്ടും എടുത്ത് മാറ്റുകയാണെങ്കിൽ, യു വിൽ കൊളാപ്സ് ആൻഡ് ഡൈ. ദാറ്റ്സ് ഇറ്റ്. അതിനകത്ത് ഇനിയൊരു വേറൊരു ഇതൊന്നുമില്ല അതിനകത്ത്. ബിക്കോസ് കോർട്ടിസോൾ ഇല്ലാതെ നമുക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ ആ അഡ്രീനൽ ഗ്ലാൻഡിൽ ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ് അഡ്രീനൽ ആൻഡ് നോർ അഡ്രീനൽ എന്നൊക്കെ പറയും. ഓക്കെ, എപ്പിനെഫ്രിൻസ് എന്നൊക്കെ പറയുന്ന ഗ്ലാൻഡ്സ്. സോ ദീസ് ആർ, അതാണ് നമ്മുടെ കേട്ടിട്ടുണ്ടാവില്ല, ഫ്ലൈറ്റ് ആൻഡ് ഫൈറ്റ് റെസ്പോൺസ് നമുക്ക് ഉണ്ടാക്കുന്നത്. കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പട്ടി ഓടിച്ചാൽ നമ്മൾ പറന്നു കഴിഞ്ഞാൽ ഈ ഹോർമോൺസ് ഒക്കെ 10 പ്രാവശ്യം 20 പ്രാവശ്യം ഇരട്ടിയൊക്കെ പോകും. ഓൾ ദീസ് ഹോർമോൺസ്. സോ ദേ ആർ ഹോർമോൺസ് ദാറ്റ് ആർ സെക്രീറ്റഡ് വിത്തിൻ സെക്കൻഡ്സ്, വിത്തിൻ മിനിറ്റ്സ് ടു അവർ, നമ്മുടെ ബോഡിയുടെ റിക്വയർമെന്റ് അനുസരിച്ച് ചെയ്യുന്നതാണ്. അപ്പോൾ ബോഡി ജസ്റ്റ് റെസ്പോൺസ് സോ ക്വിക്ക്ലി. നമ്മൾ എന്താ പറയുക, ബ്രെയിനുമായിട്ടുള്ള കണക്ഷൻ നമ്മൾ ഓർക്കണം. അപ്പോൾ പട്ടിയെ കാണുന്നത് ബ്രെയിൻ ആണല്ലോ റിയലൈസ് ചെയ്യുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ ഓർഡർ എന്നുള്ളത് നമ്മൾ റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ the body just responds to it. It will produce the hormones, it gives us the energy, gives us the glucose, gives us that ഓടാനുള്ള ആ ശക്തിയും ഇതും ഒക്കെ, പറ്റുന്നത്രയും ഓടാൻ ഉള്ള ശക്തിയും ഇതൊക്കെ ഈ ഹോർമോൺസ് ഉടനെ they push it and make you do it. So that is adrenal glands, very very important gland. So I have told you about the pituitary higher up gland, I have told you about the thyroid gland, told you about the adrenal gland. ഇതിന്റെ ഇടയിൽ ഇരിക്കുന്ന ഒരു ഗ്ലാൻഡ് നമ്മുടെ ചെസ്റ്റിൽ ഇരിക്കുന്നതാണ് ഒരു തൈമസ് എന്ന് പറഞ്ഞ ഗ്ലാൻഡ്, which is എന്താ പറയണ്ടേ, നമ്മൾ നോർമൽ കോഴ്സിൽ വലിയ അസുഖങ്ങളൊന്നും അതുകൊണ്ട് കാണാറില്ല. ഓർ ഐ ഷുഡ് സേ, നമുക്ക് അതിലെ ചില അസുഖങ്ങൾ ഉണ്ടെങ്കിൽ പെർഹാപ്സ് നമുക്ക് അറിഞ്ഞുകൂടാ എന്ന് വേണം പറയാൻ. കാരണം ഇറ്റ് ഹാസ് ഗോട്ട് എ മേജർ റോൾ ഇൻ ഇമ്മ്യൂൺ കൺട്രോൾ, ഇമ്മ്യൂണിറ്റിയുടെ കൺട്രോൾ. ബിക്കോസ് ലോട്ട് ഓഫ് ദീസ് ആന്റിബോഡീസ് പല ഇതും പ്രൊഡ്യൂസ് ചെയ്യുന്ന തൈമസ് ഗ്ലാൻഡിന്റെ കൺട്രോളിലാണ്. പക്ഷേ എഗെയിൻ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ പൈനിയർ ഗ്ലാൻഡിനെ പറ്റി ഞാൻ പറഞ്ഞു, ഇറ്റ്സ് നോട്ട് വെരി വെൽ സ്റ്റഡീഡ്. ഇപ്പോഴും ഒരുപാട് ബിക്കോസ് അത് നമുക്ക് നല്ല മെഷറബിൾ ഇതുകളില്ല. it is difficult to understand the whole functions of it in individuals. എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് തൈമസ് ഗ്ലാൻഡ്. അതിലും അതിൻ്റെ ഇഫക്റ്റ് ഓൺ ഇമ്മ്യൂണിറ്റിയെ പറ്റി നമുക്ക് നോളജ് ബേസിക് ആണെന്ന് പറയാൻ വേണമെങ്കിൽ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദാറ്റ്. അപ്പോൾ ഇത്തരം ഗ്ലാൻഡ്സ് പറഞ്ഞു. ദെൻ കംസ് പെർഹാപ്സ് അഗെയിൻ അനദർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഗ്ലാൻഡ്, വിച്ച് ഈസ് മെയിലാണെങ്കിൽ ടെസ്റ്റിസ്, വിച്ച് പ്രൊഡ്യൂസസ് ടെസ്റ്റോസ്ട്രോൺ, വിച്ച് ഈസ് ദ മെയിൽ ഹോർമോൺ. ഫീമെയിൽസിലാണെങ്കിൽ ഓവറീസ്, വിച്ച് പ്രൊഡ്യൂസസ് ദ ഫീമെയിൽ ഹോർമോൺ, വിച്ച് ഈസ് ഈസ്ട്രജൻ ആൻഡ് പ്രൊജസ്ട്രോൺ. സോ എഗെയിൻ ഒരു മെയിലാണോ ഫീമെയിലാണോ എന്ന് ഡിറ്റർമിൻ ചെയ്യുന്നതിൻ്റെ പ്രധാന ഹോർമോൺസ് ഇതാണ്. ദീസ് ആർ ദർ ഫ്രം ദ ബിഗിനിങ്. അല്ലെ, നമ്മൾ ജനിച്ച് കഴിയുമ്പോൾ തന്നെ മെയിലാണെങ്കിൽ ഈ ഹോർമോൺ ഉണ്ട്, ഫീമെയിലാണെങ്കിൽ ഇതുണ്ട്. ഇൻഫാക്ട് ഫീമെയിലിനും ഈ 2 ഹോർമോൺസ് ഉണ്ട്, മെയിലിനും ഈ 2 ഹോർമോൺസ് ഉണ്ട്. ഇറ്റ്സ് ജസ്റ്റ് ദ ഡിഫറൻഷ്യൽ ലെവൽസ് ഓഫ് ദീസ് ഹോർമോൺസ്. ഓക്കെ, ടെസ്റ്റോസ്ട്രോൺ ഈസ് ഹയർ, much higher in males, and estrogen progesterone cyclically is produced in females. So these are, in simple terms, these are the major endocrine glands in the body. But what people have realized over time is, even what you think, you take adipose tissue, and then adipose tissue in real adipose tissue is nothing other than fat. Okay, നമ്മുടെ കൊഴുപ്പ്, അതാണ് adipose cells എന്ന് പറയുന്നത്. In fact, your fat in the body is considered as the single largest endocrine gland now, because fat എല്ലായിടത്തുണ്ട്. And these produces a lot of what we call as cytokines എന്ന് പറയുന്നത്. കഴിഞ്ഞാൽ again these are our hormones സമമായിട്ടുള്ള സാധനങ്ങളാണ്. They are produced from the fat cells and put into your system, and they go all over the body and have multiple actions. Okay,
അതൊക്കെ കുറെ അടുത്ത കാലങ്ങളിൽ മനസ്സിലാക്കി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. വിച്ച് ഈസ് പ്രോബ്ലി വൈ ദ വെയിറ്റ് കോസസ് സോ മച്ച് പ്രോബ്ലം. വെയിറ്റിന്റെ ഒക്കെ സിംപ്ലിസ്റ്റിക് ആയിട്ട് നമുക്ക് ആ വെയിറ്റ്, ഓഫ് കോഴ്സ് ട്രീറ്റ്മെന്റ് മൈറ്റ് ബി വെയിറ്റ് റിഡക്ഷൻ, അതിലേക്ക് ഞാൻ പിന്നീട് വരാം. പക്ഷേ അതിൻ്റെയൊക്കെ മെക്കാനിസംസ് വി ഹാവ് ഇൻ ഫുള്ളി അണ്ടർസ്റ്റുഡ്. ഓൾസോ ദർ ഇസ് ലോട്ട് ഓഫ് ഇൻഫർമേഷൻ, ലോട്ട് ഓഫ് റിസർച്ച് ഗോയിങ് ഓൺ ഇറ്റ്, ആൻഡ് വളരെ വി ഹാവ് മേഡ് സോ മച്ച് ഓഫ് പ്രോഗ്രസ് ഓവർ ഓൾ ദിസ് സെഞ്ചുറി, ബട്ട് സ്റ്റിൽ ലോട്ട് ടു ബി നോൺ അബൌട്ട് ഇറ്റ്. സ്കിന്നിൽ നിന്നുണ്ടാകുന്ന പല ഹോർമോൺസും ഉണ്ട്. സോ ദർ ആർ സോ മെനി അതർ ആൻഡ് ഇതിൻ്റെയൊക്കെ പലതിൻ്റെ ആക്ഷൻസ് നമ്മൾ വളരെ സിംപ്ലിസ്റ്റിക് ആയിട്ട് എടുക്കാം. അപ്പോൾ നമ്മൾ വെൻ വി സേ ഓക്കെ ഈ ഹോർമോൺ ഇത്തിരി കൂടി, ഇത് ശരിയാക്കിയാൽ നിങ്ങൾ ശരിയാവുമെന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഓൺലി പാർഷ്യലി ട്രൂ, because we don't know how this, because there is always a talk, a cross talk going between these organs. That is an important point for us to understand. But thyroid problem എന്ന് പറയുമ്പോൾ thyroid problem മാത്രം ആയിക്കോണമെന്നില്ല, because there is always a cross talk. ഞാൻ പറഞ്ഞു സെൻട്രൽ കൺട്രോൾ പിറ്റ്യൂട്ടറി ആണെന്ന് പറഞ്ഞു. സെൻട്രൽ കൺട്രോൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്നാണെങ്കിൽ എല്ലാ ഗ്ലാൻഡുകൾ തമ്മിലും ഒരു ചർച്ച നടക്കുന്നുണ്ട്. So this is like if you take a government, different governments തമ്മിൽ ഡിസ്കഷൻ ഉണ്ട്, എന്നിട്ട് ഗവൺമെന്റ് there is a discussion with the panchayat, with this thing, so it goes on. So there's a huge എന്താ പറയണ്ടേ ഒരു organization of events that is happening within the body or within the endocrine system, which determines almost all the functions that body do. അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. ഇപ്പോൾ ഇതെന്താ ഇപ്പോൾ നമ്മൾ ഇത്രയും ഹോർമോൺസിനെ പറ്റി ഞാൻ ഇത്രയും പറഞ്ഞു, പല ഗ്ലാൻഡ് ഉണ്ട്, ഹോർമോൺ ഉണ്ടാകും, സോ വാട്ട്. പക്ഷേ almost all diseases, I would say, almost everything, in fact I would say everything, is in one way or other affected by changes in hormones. Okay, that is what is interesting when it comes to endocrine system. So മറ്റെന്ത് ഇപ്പോൾ ഗ്യാസ്ട്രോ സിസ്റ്റം ആയിക്കോട്ടെ, ന്യൂറോ സിസ്റ്റം ആയിക്കോട്ടെ, ന്യൂറോളജിസ്റ്റ് would have had neurologist talking, cardiologist talking, അവിടെ എല്ലാം നമ്മൾ ചെയ്യുന്നത് we are treating a disease which has happened. Okay, ഇവിടെ നമ്മളിപ്പോൾ അതാണ് ചെയ്യുന്നത്, because we haven't fully understood. We want to go back and understand the root cause of everything, അല്ലേ? ഇപ്പോൾ എപ്പോഴും one of the things that patients ask is, so why did this happen? And if you actually say, the simple answer is I don't know, because the real why you have to go back in it, maybe it will take centuries for us to, because ഒരു 8 സെഞ്ചുറി കൊണ്ട് ഇത്രയെങ്കിലും മനസ്സിലാക്കിയിട്ടില്ല, ഇനിയും പുറകോട്ട് പോയാലേ പല. പക്ഷെ ഇപ്പോഴത്തെ നോളജ് വെച്ച് നമ്മൾ ഐഡിയലായി ട്രീറ്റ് ചെയ്താൽ പോലും എത്രയോ we see good results. ഇതിലും കുറെ കൂടെ ഇൻഫർമേഷൻ കിട്ടിയാൽ we will even progress further. So that is about the endocrine glands and what they do in a very simplistic term. Now function, I think ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ഞാൻ പറഞ്ഞു the functions of hormones. അപ്പോൾ ഇത് 3 കാര്യങ്ങളാണെന്ന് നമ്മൾ ഓർക്കുക. predominantly regulating organ functions, ബോഡിയിലെ മിക്കവാറും എല്ലാ അവയവങ്ങളുടെയും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, whether that be the brain, whether that be the heart, whether that be the gastrointestinal system, which is why ഇപ്പം നമുക്ക് ഒരു സ്ട്രെസ് വന്നു കഴിയുമ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ബാലൻസ് തെറ്റുന്നതുകൊണ്ടാണ്. സ്ട്രെസ്, ഇപ്പോൾ സഡൻലി വി ഹാവ് എ സ്ട്രെസ് ഓഫ് വാട്ടർ സ്ട്രെസ്, every system goes off, അല്ലേ? Your first thing is a heart starts to beat and you're panicking, you're this thing, your tummy starts to cause problems for you, you can't think straight, your concentration is gone, you're either ഭയങ്കര ഹൈപ്പർ ഇതാവും അല്ലെങ്കിൽ നമ്മൾ ഡിപ്രസ്ഡ് ആവും. All these things happen because clearly there is an imbalance that is happening. Okay, imbalance that is happening. Now other function of the hormones, which is extremely important and which all of us need it, is the growth. കാരണം നമ്മൾ the time when we are born, from the time, in fact even when the time when you're in the womb of the mother, all these hormones are acting in different ways. ചിലത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, ചിലത് ഡെവലപ്പ് ചെയ്തിട്ടില്ല. I'm not going to go into all that. പക്ഷേ then over the time of your childhood, your puberty is a very very important time. Again, I may not get time to discuss puberty and all that, and probably എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉണ്ടാവണമെന്നില്ല. Puberty is a time when there are specific hormones that come out and act, and we know അതുകൊണ്ടാണല്ലോ ആ ഒരു ടൈം is ഒരു miraculous time അല്ലേ, when suddenly children become adults. എന്തെല്ലാം ചേഞ്ചസ് ആണ് ഒരാളിൽ എല്ലാ വിധത്തിലും വരുന്നത്, ഫിസിക്കലി, mentally, so many things change, and adinathake significant, almost completely controlled by hormones. Okay, so that is the regulation of growth and development. And then, as I said earlier, regulating our mood and behavior, which certainly is affected by the hormones. These are the main ones. I mean,
ലിസ്റ്റ് ഇങ്ങനെ ലോങ് ആയിട്ട് പോകും. പക്ഷെ ഇതൊന്നും തന്നെ നമുക്ക് മനസ്സിലാക്കാം ഹൗ ഇമ്പോർട്ടൻറ്റ് ദീസ് small things. So actually God has given very small space for all these glands. അല്ലെ, ഇപ്പോൾ ഒരു ലാർജ് നമ്മുടെ ബോഡിയിൽ ഈ ഗ്ലാൻസ് ഒക്കെ ടൈനി ആണ്. ഇപ്പോൾ ഈ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ന് പറഞ്ഞാൽ ഒരു പയറുമണിയുടെ ഇത്തിരി കൂടെ വലുത്, അത്രേ ഉള്ളൂ, ഒരു പീസിന്റെ സൈസ് ഉണ്ടാവുമായിരിക്കും. ഓക്കെ, അത്രയും പോലും ഇല്ല, പീസിന് പോലും ഇല്ല, അത്രയും ചെറുതാണ്. തൈറോയ്ഡ് ഗ്ലാൻഡ് മേ ബി ഇസ് ദ വൺ ദാറ്റ് ഇസ് കുറച്ചും കൂടെ ഒരു ഫ്ലാറ്റ് ആണ്, ഇത്തിരി കൂടെ പരത്തി വെച്ചിട്ടുണ്ട് അത്. പിന്നെയുള്ളതൊക്കെ ചെറുതാണ്. അഡ്രീനൽ ഗ്ലാൻഡ് ഒക്കെ കാണണമെങ്കിൽ തന്നെ നമ്മൾ കാണാൻ പറ്റും. പക്ഷെ ഞാൻ കിഡ്നിയുടെ എത്രയോ സ്മോൾ സൈസേ ഉള്ളൂ, കിഡ്നിയുടെക്കാൾ ഒരു 1/10 പോലും ഇല്ല. അപ്പോൾ this size wise they are all small packets actually. God has very വളരെ ഇതായിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന, വളരെ ഇൻട്രസ്റ്റിംഗ്ലി ക്രിയേറ്റഡ് ഓർഗൻസ്, ബിക്കോസ് ദേ ആർ ദ ടൈനിയസ്റ്റ്. ബാക്കി പലതും ഇതിനേക്കാളും എന്താണ് കൺട്രോൾ ഇല്ല, സ്മോളർ ഫങ്ഷനുള്ള ഓർഗൻസ് ആർ മച്ച് ബിഗർ. So that is the importance of hormones and what they do. Now what affects these hormones? Because അതാണല്ലോ നമുക്ക്, ബിക്കോസ് അതറിഞ്ഞാലേ, ഇൻഫ്ലുവൻസ് ചെയ്താൽ, എന്താണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അറിഞ്ഞാലല്ലേ നമുക്ക് അതിനെപ്പറ്റി കുറച്ചും കൂടെ നമ്മുടെ ലൈഫിൽ അതിനെ കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ ഡിസീസ് വരുമ്പോൾ അതിനെ മനസ്സിലാക്കാനോ പറ്റുള്ളൂ. അപ്പോൾ ഡിസീസസ്, certainly any diseases for that matter will influence the hormones. അപ്പോൾ നമ്മളൊരു ഹോർമോൺ എന്ന് പറയുന്ന ഒരു ഇറ്റ് ഈസ് എ ബാലൻസ് ഓഫ് മെനി ഹോർമോൺസ്. ഇറ്റ് ഈസ് ലൈക്ക് എ ഇക്വിലിബ്രിയം. നമ്മളൊരു ഞാനുമേക്കളിയാണ് നമ്മുടെ ലൈഫ്. വെൻ യുവർ പ്രിസ്റ്റീൻ ഹെൽത്ത്, അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ, ഐ ഡോണ്ട് നോ വെദർ സംതിങ് കോൾഡ് പ്രിസ്റ്റീൻ, പെർഫെക്റ്റ് ഹെൽത്ത് എന്നൊരു സാധനം ഉണ്ടെങ്കിൽ, പെർഫെക്റ്റ് ഹെൽത്ത് ഈസ് സംതിങ് വിച്ച് വി തിങ്ക് വി ഹാവ്, പക്ഷേ ദർ മൈറ്റ് ബി തിങ്സ് ഹാപ്പനിങ് ഇൻ ദ ബോഡി വിച്ച് മേ നോട്ട്. ബട്ട് അതൊരു മെന്റൽ സ്റ്റേറ്റ് ആയിരിക്കുമല്ലോ. ഇറ്റ്സ് ഇൻ ദ മൈൻഡ് ദാറ്റ് യു ഫീൽ ദാറ്റ് ഐ എം ഇൻ പെർഫെക്റ്റ് ഹെൽത്ത് വെൻ എവറിത്തിങ് ഇസ് ഗോയിങ് ഫൈൻ. സോ അതിനെ അഫക്റ്റ് ചെയ്യുന്ന എനി ഡിസീസസ് ദാറ്റ് ഹാപ്പൻ, അത് ഏത് ഓർഗൻ്റെ ഡിസീസോ ആയിക്കോട്ടെ, if that happens, then naturally your hormones are the balance is going to go off. And palappozhum as doctors, as as patients, what they find difficult to understand is what hormone has gone astray here. ഏത് ഹോർമോൺ ആണ് ഇവിടെ കുഴപ്പം വന്നിരിക്കുന്നത്? നമ്മൾ വളരെ സിംപ്ലിസ്റ്റിക് ആയിട്ടാണ് ഇതിനെ കാണുന്നത്. വി ലുക്ക് അറ്റ് ദ ബ്ലഡ് ലെവൽസ് ഓർ വി ലുക്ക് അറ്റ് മെഷർമെന്റ്സ് ആൻഡ് ട്രൈ ടു സേ ഓക്കെ ഇത് കൂടിയിരിക്കുന്നു അല്ലേ, ഇത് കുറഞ്ഞിരിക്കുന്നു. പക്ഷേ വാട്ട് വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ദോസ് ആർ ബ്ലഡ് ലെവൽസ്. ഇത് ബ്ലഡിലുള്ള ലെവൽസാണ്. മൈൻഡ് യു, ദീസ് ആർ നോട്ട് ജസ്റ്റ് എക്സിസ്റ്റിംഗ് ഇൻ ബ്ലഡ്. ദേ ബിക്കം യൂസ്ഫുൾ ഓൺലി വെൻ ദേ ഗോ ഇൻ ടു ദ സെൽസ് ആൻഡ് ആക്ട്, അല്ലേ? സോ നമ്മൾ ബ്ലഡ് ലെവൽ വെച്ചിട്ട് ഇൻ എ സിംപ്ലിസ്റ്റിക് വേ വി ആർ സേയിങ് ഓക്കെ ഇതിങ്ങനെയൊക്കെയാണ്, അതുകൊണ്ട് ഇതായിരിക്കാം പ്രശ്നം. There might be tissue level differences. We have no way of measuring it. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ലിമിറ്റേഷൻ ഓഫ് സയൻസ് ആണ് at this point. Okay, there are of course ഒരുപാട് റിസർച്ച് ഇങ്ങനത്തെ ഏരിയയിലൊക്കെ നടക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് സിംപ്ലിസ്റ്റിക് ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റില്ല ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ at this point with our knowledge we know diseases can affect the hormones, പല ഹോർമോൺസിനെയും. അതിനെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വലിയ പരിധി വരെ നമുക്ക് ആ ഡിസീസസിനെ പലതും കൺട്രോൾ ചെയ്യാൻ പറ്റും. എല്ലാ അസുഖത്തിനും ഹോർമോൺ ഇൻഫ്ലുവൻസ് കറക്റ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, ബിക്കോസ് അതിന്റെ പെർസേ അസുഖം ഉണ്ടാവും, ആ അസുഖത്തെ ട്രീറ്റ് ചെയ്യണമായിരിക്കും, അപ്പോഴേ ഹോർമോൺസ് നോർമൽ ആവുള്ളായിരിക്കും. സോ ബട്ട് ദാറ്റ്സ് എ വാസ്റ്റ് ഏരിയ ബൈ ഇറ്റ്സെൽഫ്. പക്ഷേ ഇൻ അവർ ലൈഫ് വാട്ട് ക്യാൻ വി ഡു, ഇൻ അവർ ഡെയിലി ലിവിങ് വാട്ട് ക്യാൻ വി ഡു? ദീസ് 3 things, 1, 2, 3 that I put after that, which is what we eat. So what we put in is very important. What we burn in terms of stress, okay, is extremely important. And one of the other things that hormonal influence le valare clear aayittu kandittulla oru karyam is sleep. Our sleep and rest and how we, because that seems to have a huge influence on the hormones. അത് എന്തുകൊണ്ട് ഫുഡിലേക്ക് ഞാൻ വരാം. ആൻഡ് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ഇസ് പ്രോബ്ലി ദ ഏറ്റവും എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ അതായിരിക്കും. പക്ഷെ അത് വരുന്നതിന് മുമ്പ് തന്നെ ലെറ്റ് us look at sleep. സ്ലീപ്പിൻ്റെ എന്ന് പറഞ്ഞാൽ വാട്ട് മെനി ഓഫ് ദീസ് ഹോർമോൺസ് ഹാവ്, എഗൈൻ എല്ലാത്തിനും അല്ല, പക്ഷെ മിക്ക ഹോർമോൺസിനുള്ളതെന്ന് പറഞ്ഞാൽ they have got what we call as a diurnal variation. Okay, diurnal വേറെ പലതുണ്ട്, സർക്കേഡിയൻ റിതം, പല ഇതുകളുണ്ട്, പല റിതംസ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിൽ ഈ ഹോർമോൺസ് കൂടി നിൽക്കും. ഒരു നോർമൽ ബോഡിയിലാണ് ഞാൻ പറയുന്നത്, നമ്മുടെ നോർമലായിട്ട് ഹെൽത്ത് പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്ത ഒരാൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കോർട്ടിസോൾ എന്ന് പറഞ്ഞ ഹോർമോൺ എടുക്കുകയാണെങ്കിൽ അത് നമുക്ക് രാവിലെ സമയങ്ങളിലാണ് കൂടി നിൽക്കുക. രാത്രി നോക്കിക്കഴിഞ്ഞാൽ മിറാക്കുലസ്ലി ദാറ്റ് വിൽ ബി gland won't be producing anything. നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ once you go to sleep you produce next to nothing of cortisol hormone. So that is how that gland is programmed to function. So നമ്മൾ എണീറ്റിരിക്കുന്ന സമയത്ത് നമുക്ക് ആക്ടിവിറ്റീസ് ചെയ്യാനും നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ചിന്തിക്കാനും നമ്മുടെ എല്ലാ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയാണ്
God has produced enough of these hormones at that time. Whereas in the night, it shuts off. ശരിക്കും കടയടയ്ക്കുന്ന പോലെ അടയ്ക്കും. So the sleep is so important. That means these organs also, or these endocrine glands also need rest in a way. അല്ലേ, രാത്രിയാകുമ്പോൾ അവർക്ക് റെസ്റ്റ് എടുക്കാൻ അങ്ങനെയാണ്. That is how it is programmed to. അപ്പോൾ when you actually alter or mess up the sleep cycle, if I can say, and work through the day and work through the night, sleep in the day, half sleep, bit to get in between, sleep late to bed, all these things naturally will affect the hormones. And this, it has been already very well shown, and I am sure there will be more and more studies that this will mess up our hormones. നമ്മുടെ ഹോർമോൺ ബാലൻസിനെ ഭയങ്കരമായിട്ട് മെസ്സപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് സ്ലീപ്പ്. അത് it is so difficult to impress upon the current young generation because they have an altered sleep pattern. Most of the children and young adults I see, most people have that, unfortunately, because late nights, movies, this thing, spending time on computer, TV, whatever, and then getting up late. But this, unfortunately, this pandemic has worsened that situation. People have no kind of routine to go to, so they get up at 10. Even if they are working online, they will just work and then they sleep at 2, sleep at 3. So that will mess up the hormonal balance in your body, no doubt about it. Okay, appa sleep in importance, I think we have to take on board. It is as important, equally important, as important as our nutrition of food and stress. Now, what about food? Food inde pinne paraya venda, because as you know, food has probably നമ്മുടെ എല്ലാ അസുഖങ്ങളുടെയും basis നോക്കുകയാണെങ്കിൽ it is, I think, pretty much it is what we eat. There is no doubt about it. What we're putting into our body is what is making a difference. But unfortunately, it is a very complex science, to the extent that if you actually, the biggest business in this world now is is food related. You eat this, you will be better. You eat that, it will be better. Daily you get advices of you eat that, you eat this thing, you have മറ്റത് കഴിക്കൂ, ഇത് കഴിക്കൂ, അല്ലെങ്കിൽ ഇത് കഴിക്കണ്ട, മറ്റത് കഴിക്കണ്ട. Actually, ഇതിൽ പല കാര്യങ്ങളും the information is not crystal clear. Okay, these are all speculations that people make based on very, very flimsy evidence, I would say. Okay, അപ്പോൾ we can only go by basic knowledge of good food. അത് നമുക്ക് എല്ലാവർക്കും pretty much അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ the importance of having a balanced diet, as much as possible natural products, അങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ natural products becomes in itself is this thing, because ഇപ്പോഴത്തേക്ക് എന്താണ് genetic modified foods അത് ഇതിലൊക്കെ we don't know what the implications and effects of all these are. പക്ഷേ as far as possible, our balance in food, timing of food is hugely important, and that is the most important thing. There, of course, there are certain things that are known to be a little bit better in terms of food and food items than certain other things. Cutting down on our carbohydrates, cutting down and having a lot more protein. But again, the balance is important. Carbohydrate, that is not right. Having fat complete cut off is nonsense. You need that balance. Everything is required. And then, of course, your proteins, vitamins. So your food has to be, which is why that word balanced diet, I think, and that and processed food, food, this thing really has an effect on your hormones. I know no doubt to it, because ഇപ്പോൾ ഇത് വന്നു കഴിഞ്ഞപ്പോൾ നമ്മളിപ്പോൾ സ്ഥിരം കാണുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ഇപ്പോൾ today itself there were 3 sisters, one twins and an elder sister who came. All 18 and 22. The twins were 18 and sister is 20. They've all put on about 10 kgs since March 2020. So in about 18 months, they have put about 10 kgs. And they came because our weight and our issues, our problems, and they had a slightly enlarged neck, thyroid gland, and they're losing hair loss. They have got pigmentation. This is hormone resistance. I won't go into detail of it. What we call it as acanthosis nigricans. Pala valare weight
കുട്ടികളിലും അഡൽസിലും ഒക്കെ കാണാം. ഒരു കറുത്ത നിറം ഈ കഴുത്തിന് ചുറ്റും, കക്ഷത്തിലും, അങ്ങനെ പല ഫ്ലെക്ഷൽ ക്രീസസിലൊക്കെ. So these are all hormonal resistance that are developing due to weight gain that has happened. So clearly these are, I mean, and they're giving a very clear history. Aduvare kuഴപ്പമില്ല because they were going to college, they had a routine life. Now they're all online, and this 10 kg gain plus our father was saying ഇവരെന്തായാലും ആ ക്ലാസ്സിന്റെ ടൈമിൽ എടുക്കും, എണീക്കും 9 മണിക്ക് എണീക്കും, 9 മണിക്ക് ക്ലാസ്സിൽ കയറിയിരിക്കും, പക്ഷെ ഉറങ്ങുന്നത് എപ്പോഴാ? 1 മണി 2 മണി. ഫുഡിന് ടൈമൊന്നുമില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കില്ല, ലഞ്ച് മാത്രം കഴിക്കും. പിന്നെ സോ കംപ്ലീറ്റ്ലി റോങ് ലൈഫ് സ്റ്റൈൽ, ആൻഡ് ദാറ്റ് ഹാസ് ഇറ്റ് ഈസ് വെരി സ്ട്രേറ്റ് അവേ കോസിങ് ദിസ് ഹോർമോണൽ ഇംബാലൻസസ്. So that is the importance of food, and of course I can talk for days about food, and I'm not going to go into deep much deeper in with that. Okay, ഞാൻ നോക്കുമായിരുന്നു 9 o'clock അടുത്തായി. ബിനു, ടൈം വൈസ് how long can I go? I've just been very slow. It's okay, doctor, you can continue. Okay. No, ഞാൻ വിചാരിച്ചു എനിക്ക് അധികം പറയേണ്ടതെന്ന് വെച്ചിട്ട് I was actually trying to be very slow. No, it's okay. So okay, so it is 8:50, so probably another 20-25 minutes will take. So and then comes stress, and ഈ stress എന്ന് പറയുമ്പോൾ the mental stress and its implication is a proven thing. The hormonal mess up that stress causes is proven, and I mean, of course, all these are connected. When your sleep is disturbed, naturally the stress goes off. All these are connected. When your food habits are not right, when you're eating a different day, all these effects causes stress. So those are mental stresses, mental stress due to the work, mental stress due to all sorts of social issues, family problems, all sorts of things. All this certainly. അപ്പോൾ ശരിയാണ്, സ്ട്രെസ് നമുക്ക് ഒരു പരിധിക്ക് അപ്പുറം കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ചെയ്യാൻ പറ്റില്ല. അഗ്രീഡ്, ദാറ്റ് ഇസ് ട്രൂ. പക്ഷേ വി ക്യാൻ ചൂസ് വാട്ട് സ്ട്രെസ് വി വോണ്ട് ടു ടേക്ക്, അല്ലേ? എല്ലാത്തിനും നമ്മൾ യു ഹാവ് ടു, ആൻഡ് സ്ട്രെസ് ഇസ് സംതിങ്, ദാറ്റ് ഇസ് ദ തിങ്. സ്ട്രെസ് മെഷർ ചെയ്യാൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമല്ലേ? ബിക്കോസ് ദർ ആർ സർട്ടൻ പീപ്പിൾ ഹു ക്യാൻ ടേക്ക് എ സർട്ടൻ ലെവൽ ഓഫ് സ്ട്രെസ്, സർട്ടൻ പീപ്പിൾ ഹു ക്യാൻ ടേക്ക് സർട്ടൻ കൈൻഡ് ഓഫ് സ്ട്രെസ് മോർ ദാൻ ദ അതർ സ്ട്രെസ്. ചിലർക്ക് ഭയങ്കര കാര്യമായിട്ട് എടുക്കാം, അവർക്കും വെദർ ദാറ്റ് ആക്ച്വലി ഈസ് ഗുഡ് ഫോർ ദം എന്നുള്ളത് we don't know exactly. പക്ഷേ when you take stress, when you work very, very long hours, you affecting your sleep, affecting your food, affecting your social life, interactions illada pova, idellam varunnu, all these are stress, that causes mental and physical stress, and that will significantly affect your hormones. Now if you say if you ask me, is the stress causing the hormone problem or the hormone problem causing the stress? It is both of that. അപ്പോൾ അത് ചിലപ്പോൾ നമുക്കത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പാടായിരിക്കും. ഇപ്പോൾ ഒരു പേഷ്യൻ്റ് വന്ന് പറയാം, ഐ എം അണ്ടർ ലോട്ട് ഓഫ് സ്ട്രെസ് ബിക്കോസ് ഓഫ് മൈ ബിസിനസ് ഗോയിങ് ഓഫ്, ബിസിനസ് പൊളിഞ്ഞു, ഇതായി, ഭയങ്കര ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്, ആൻഡ് ഐ എം ഹാവിങ് സോ മെനി പ്രോബ്ലംസ്, ഈസ് ദിസ് ഡ്യൂ ടു ഹോർമോൺസ് എന്നുള്ളൊരു വരും. ശരിയാണ്, സ്ട്രെസ് കൊണ്ട് ഹോർമോൺസ് ഇൻഫ്ലുവൻസ് ആക്കിയിട്ടുണ്ടാവും, അതുകൊണ്ട് ഇതിനെ എഫക്റ്റ് ചെയ്യാം. പക്ഷേ നമ്മൾ ആ ഹോർമോൺസിൽ എന്തെങ്കിലും ചെറിയ വേരിയേഷൻ അത് ട്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് മാത്രം സ്ട്രെസ് പോകാൻ പോകുന്നില്ല, ബിക്കോസ് ദാറ്റ് ഈസ് സിറ്റുവേഷണൽ. സോ ഇറ്റ് ഈസ് എ സോഷ്യൽ, our social environment has got a huge influence on the hormones. That's what I'm trying to say. Okay, so these are the important factors as we know. Now so many of these problems, I will not go into all of them. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം perhaps I'll discuss a little bit and take it forward. So on the commonest disease, or I would call this as a pandemic or even an epidemic. It's an epidemic actually, not a pandemic. So we are seeing a pandemic that is running over a year, 2 years, whatever, probably whether it will go longer, we don't know, but in terms of COVID. But we are already living in a time when there is a huge epidemic going on. And what is that epidemic? That is that diabetes. When you say simplistic, verum diabetes, sugar matramalla njan parayunnathu, that is a combination of diabetes plus hypertension plus cholesterol plus all this thyroid problem and all this together, നമ്മൾ മെറ്റബോളിക് സിൻഡ്രോം എന്നാണ് ഒരു മെഡിക്കൽ ടെർമിനോളജി യൂസ് ചെയ്യുക. ദിസ് ഓർ ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഇങ്ങനെ പല വാക്കുകൾ മെഡിക്കലി യൂസ് ചെയ്യും. പക്ഷേ ദിസ് ഈസ് ദ എപ്പിഡമിക് ദാറ്റ് വി ആർ ഓൾ ഗോയിങ് ത്രൂ, ആൻഡ് ദിസ് ഈസ് ബീങ് റൺ ത്രൂ ഓവർ ഡെക്കേഡ്സ്, അല്ലേ? ഡെക്കേഡ്സിൽ കൂടെ പോവാണ്. WHO മറ്റ് വലിയ വിവരമുള്ള എല്ലാവരും പ്രെഡിക്റ്റ് ചെയ്തിട്ടുള്ള നമ്പേഴ്സിനെയൊക്കെ completely കാറ്റിപ്പറത്തിക്കൊണ്ടാണ് the numbers are going up. When people they say there is India is going to have 70 million, next this thing will say that you have had 150 million cases. ഇങ്ങനെയാണ് പോകുന്നത്. So people are not even able to predict the number of people who are ending up with diabetes related problems, and unfortunately the problem is you don't necessarily see the
ഇതിൻ്റെയൊക്കെ ഇഫക്റ്റുകൾ സ്ട്രെയിറ്റ് അവേ കാണുന്ന ഒരു അസുഖമല്ല. 10 years, 15 years, 20 years പലർക്കും ഡയബറ്റീസ് കൊണ്ട് വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല, നമുക്ക് ഒരുമാതിരിയൊക്കെ മാനേജ് ചെയ്ത് പോകാം. പക്ഷെ അൾട്ടിമേറ്റ്ലി മെനി പീപ്പിൾ അഗെയിൻ ഇറ്റ് ആക്ച്വലി causes complications, and that is something which we know, and that complications are not pleasant to see, are real suffering, like the morbidity of diabetes. അപ്പോൾ ഈ പല ഫിഗേഴ്സ് ഓക്കെ, മോസ്റ്റ്ലി ഫ്രം US and Canada and all that and UK and all that ആയിരിക്കാം. നമുക്ക് നമ്മുടെ ഡേറ്റ എപ്പോഴും ഇന്ത്യയിലുള്ള ഡേറ്റ അത്ര വളരെ സ്ട്രോങ് അല്ല. പക്ഷേ വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ടേക്സ് 10 years ഓഫ് യുവർ ലൈഫ് എന്നാണ് പറയുന്നത് ഡയബറ്റീസ്, ആൻഡ് ഇറ്റ്സ് ഈസിലി 10 years ഓഫ് യുവർ ലൈഫ്. ദിസ് ഈസ് ദ മോർട്ടാലിറ്റി ഫിഗർ. അപ്പോൾ നമ്മളുടെ ഇപ്പോൾ ബാക്കി എല്ലാ ഹെൽത്ത് പാരാമീറ്റേഴ്സും ഇമ്പ്രൂവ് ചെയ്ത് നമ്മളൊക്കെ 80-85 വരെ ജീവിക്കേണ്ടവരാണെങ്കിൽ ഡയബറ്റീസ് സിവിയർ ആയിട്ടുള്ള ഒരാൾക്ക് അതൊന്നൊരു 10 വർഷം കട്ട് ചെയ്യാം എന്നാണ്. ഇത് പ്രഡിക്റ്റീവ് മോഡൽസ് ആണ്, ഇതിപ്പോൾ അങ്ങനെ നമുക്ക് എടുത്തു വെച്ച് പറയാൻ പറ്റില്ല. പക്ഷേ ജസ്റ്റ് ഫോർ us to understand the importance of a disease like it's not a very simple disease which people would like to make it out to be. Everybody would say എനിക്കൊരു ഇച്ചിരി ഷുഗർ ഉണ്ട് എന്നുള്ളതാണ്, എല്ലാവർക്കും ഒരു ഇച്ചിരി ഷുഗറാണ്. പക്ഷേ ഇച്ചിരി ഷുഗറിൻ്റെ അല്ല പ്രശ്നം. ഷുഗർ 5.5 ആണോ അല്ലെങ്കിൽ 7.5 ആണോ എന്നുള്ളതല്ല പ്രശ്നം. അതിനകത്ത് അതിൻ്റെ കൂടെ വരുന്ന മറ്റ് the bag that you're carrying along with it which has got so many other problems. ആ ബാഗ് നമ്മൾ പലപ്പോഴും തുറന്ന് കാണാറില്ല, which is in form of hypertension, the cholesterol, the cholesterol എന്താണ് പറയുന്നത് atherosclerotic plaques എന്ന് പറയുന്നത് കഴിഞ്ഞാൽ deposition happening in your brain, in your heart and all these things. And we see so much so many youngsters we are seeing now in the 30s 40s with strokes and heart attacks. ഇതിനെ പറയണ്ട, നമുക്കറിയാമല്ലോ, ചറപറാന്ന് പറഞ്ഞിട്ടാ 30 വയസ്സിലും ഒക്കെ ഇപ്പോൾ വരുന്നത്. സ്കെയറി when you actually see it. അപ്പോൾ അത് ഐ തിങ്ക് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ഫാക്ടേഴ്സ്. ഇപ്പോൾ പലരും ചോദിക്കും എനിക്ക് എന്തുകൊണ്ട് വന്നു, പലരും ചോദിച്ചാൽ അതിനൊരു ഡെഫിനറ്റ് ആൻസർ ഇല്ല. അവർ വളരെ മോശമായി ജീവിച്ചതുകൊണ്ട് മാത്രമാണോ എന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ. മേ ബി സ്ട്രെസ്, ഈ പറഞ്ഞ എല്ലാ ഫാക്ടേഴ്സും, ഇപ്പോൾ ഞാൻ അവിടെ എഴുതിയിട്ടുള്ള എല്ലാ ഫാക്ടേഴ്സും അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ഓരോരുത്തരും ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം. ബട്ട് വിത്ത് വാട്ട് വി ഹാവ് ടു ഡു ഈസ് ടു ഗെറ്റ് ബാക്ക് ഓൺ ട്രാക്ക് ആൻഡ് മാനേജ് ദറ്റ് ക്രോണിക് ഡിസീസ് ആസ് ബെസ്റ്റ് ആസ് പോസിബിൾ. നമുക്കൊരു സിമ്പിൾ ഈസി സൊല്യൂഷൻ ഇല്ല അതിനകത്ത്. പക്ഷേ we have to find a good lifestyle with addition of everything else. Good lifestyle എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോഴും അറിയാം ഡയറ്റോ എക്സസൈസ് എന്ന് പറയാം. അതിനോടൊപ്പം സ്ട്രെസ് റിലീവുകളും ആവശ്യത്തിന് വേണ്ട മെഡിസിൻസും എല്ലാം കൂടി ഉണ്ടെങ്കിലേ നമുക്കത് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ആൻഡ് നമ്മൾ എപ്പോഴും വാട്ട് വി പീപ്പിൾ ഡു ഇസ് ഐ മീൻ ഈവൻ നൗ വി സീ ദിസ്, പീപ്പിൾ വിൽ സീ ദ ഷുഗേഴ്സ് ആർ ഹൈ. അവർ ഒരു മാസത്തേക്ക് പെർഫെക്റ്റ് ലൈഫ് ലീഡ് ചെയ്യും, ചെക്ക് ചെയ്യും, നോർമലാവും, ദേ വിൽ ഫൊർഗെറ്റ് അബൌട്ട് ഇറ്റ്. പിന്നെ ഒരു വർഷത്തേക്ക് ദേ വിൽ നോട്ട് ചെക്ക് ഇറ്റ്. ഇത് എത്ര പേഷ്യൻസിനെ കാണുന്നത്? എവറി വീക്ക് ഐ സി സോ മെനി പേഷ്യൻസ്. വൈ ഡിഡ് യു ഡു ദാറ്റ്? അല്ല, അന്ന് അത് ക്യൂറായി പോയോ, അതുകൊണ്ട് പിന്നെ ഇപ്പം എന്താ അത്ര വലിയ ഇഷ്യൂ? സോ നമ്മൾ ചുമയോ പനിയോ വന്ന് ക്യൂർ ചെയ്യുന്ന പോലെ അല്ല ഒരു ക്രോണിക് ഡിസീസ് ലൈക്ക് ഡയബറ്റീസ് ആൻഡ് ദിസ് എന്നുള്ളത് മനസ്സിലാക്കിക്കാൻ ഇറ്റ്സ് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട് മെനി ടൈംസ് ബിക്കോസ് പീപ്പിൾ ഡോണ്ട് ഫീൽ അൺവെൽ വിത്ത് ഇറ്റ്. ദാറ്റ്സ് ദ റീസൺ ദേ ഫീൽ പെർഫെക്റ്റ് വിത്ത് ഇറ്റ്. അതുകൊണ്ട് ഇപ്പോൾ അങ്ങനെ ഒരു അസുഖമൊന്നും പ്രത്യേകിച്ച് നമ്മളിപ്പോൾ വേറെ ഒരു ചെസ്റ്റ് പെയിൻ, ഇഫ് യു ഗെറ്റ് എ ചെസ്റ്റ് പെയിൻ you will run to a doctor because you don't know ഇത് ഹാർട്ട് അങ്ങനെ നിൽക്കാൻ പോകുകയാണെങ്കിലോ എന്നുള്ള സ്കെയർ, വി ആർ ഓൾ സ്കെയർഡ്. ബട്ട് ഡയബറ്റീസിൽ അങ്ങനെ എന്ത് സിംറ്റം ഉണ്ടാവുന്നത്? ടിൽ സോ മെനി ഇയേഴ്സ് ലേറ്റർ, 5 years 10 years later nothing happened. അപ്പോൾ we feel that we are protected, we are okay, but always inside the body these things are happening. So I think that realization and understanding is so important. And പലപ്പോഴും ആളുകൾ because of their busy life and everything else they tend to in a way fool themselves. നമ്മൾ പലപ്പോഴും നമ്മൾക്ക് അറിയാം, പക്ഷെ എന്നാലും നമ്മളത് വിശ്വസിക്കാൻ തയ്യാറല്ലാതെ നമ്മൾ നമ്മുടെ ലൈഫായിട്ട് പോകും. ചെക്ക് ചെയ്യാതിരുന്നാൽ നമ്മൾ അറിയുന്നില്ലല്ലോ, അപ്പോൾ കുഴപ്പമില്ലെന്ന് വിചാരിക്കും. ഇങ്ങനെയൊക്കെ ഇപ്പോഴും ഒരുപാട് പേരെ കാണുന്നു എന്നുള്ളതാണ് സർപ്രൈസ്. ബിക്കോസ് ഇത്രയും നോളജ് എല്ലാവർക്കും ഉള്ള കാലത്തും ഇപ്പോഴും ഇത് കാണുന്നു. ഇറ്റ്സ് ബീങ് റിപ്പീറ്റഡ് ഓൺ എ ഡെയിലി ബേസിസ്. സോ ദാറ്റ് ഈസ് ടൈപ്പ് 2 ഡയബറ്റീസ്. ഇറ്റ് ഈസ് എ ഹ്യൂജ് ദിസ് തിങ് ഇൻ ഇറ്റ് സെൽഫ്. അത് വേണമെങ്കിൽ എനിക്ക് ഒരു അനദർ ഡേ വരികയാണെങ്കിൽ അനദർ ഫ്യൂ അവേഴ്സ് വർത്താൻ പറയാനുള്ള കാര്യങ്ങളുണ്ട്, അതിൻ്റെ തന്നെ ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ്. പക്ഷേ വി വിൽ നോട്ട് ഗോ ഇൻ ടു ദാറ്റ്. ബട്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് എ ഹോർമോണൽ പ്രോബ്ലം. നമ്മൾ ഹോർമോൺ ഡെഫിഷ്യൻസി വന്ന ഡയബറ്റീസ് അല്ല പറയുന്നത്, അത് ടൈപ്പ് 1 ഡയബറ്റീസ് ആണ്. ദാറ്റ്സ് എ സെപ്പറേറ്റ് എൻറ്റിറ്റി. പറഞ്ഞു ടൈപ്പ് 2 ഈസ് മോർ ഓഫ് എ ബോഡീസ് മെറ്റബോളിസം പ്രോബ്ലം. പക്ഷേ ഇറ്റ് ഈസ് വെരി മച്ച് കൺട്രോൾഡ് ബൈ ഹോർമോൺസ്. ഇൻസുലിൻ ഓൺ വൺ സൈഡ്, so many of the other hormones, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, cortisol hormone, adrenaline പോലത്തെ ഹോർമോൺസ്, ഗ്രോത്ത് ഹോർമോൺസ്, so many hormones actually have a bad effect on diabetes or in causing diabetes. So അതാണ് ഈ സ്ട്രെസ് ഉള്ളപ്പോൾ all the stress hormones come out and that causes diabetes. So that is one. പിന്നെ the other thing
that we need to at least very quickly I should mention is the thyroid disease, because I'm sure many people are very interested in knowing about thyroid disease and the thyroid hormone this thing, because that is one of the commonest problems that people come to with this thing. Again, the hypothyroidism and hyperthyroidism. Hypo എന്ന് പറയുമ്പോൾ നമുക്ക് our gland is slowing down and is producing less of hormone. Okay, വേണ്ടത്ര ഹോർമോൺ ഉണ്ടാക്കുന്നില്ല എന്നുള്ള ശരി. എല്ലാവർക്കും ഈ പറഞ്ഞ ഞാൻ അവിടെ ഒരു വലിയ ലിസ്റ്റ് ഉണ്ട്, ഒന്നും വായിക്കാൻ പോകുന്നില്ല. ഹൈപ്പോതൈറോയിഡിസം എന്ന് ഇപ്പുറത്ത് ഇറ്റ് ക്യാൻ പ്രിറ്റി മച്ച് എഫക്ട് എനി ഓർഗൻ ഇൻ യുവർ ബോഡി, ഏത് സിംറ്റംസ് വൈസ്. അപ്പൊ മിക്കവരും വരുന്നത് ഒരു വെയിറ്റ് ഗെയിന്, അല്ലെങ്കിൽ ക്ഷീണം, അല്ലെങ്കിൽ മുടി കൊഴിച്ചില്, ഇതൊക്കെ ആയിരിക്കും കോമൺ തിങ്സ്. പക്ഷേ ആൻഡ് എല്ലാവർക്കും എല്ലാ സിംറ്റം ഉണ്ടാവില്ല, ആൻഡ് സിംറ്റംസ് ഹാപ്പൻ ഓവർ നമ്പർ ഓഫ് ഇയേഴ്സ്. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ എല്ലാ സിംറ്റംസും ഉള്ള ഒരു പേഷ്യനെ കാണുന്നത് വളരെ റെയറാണ്, ബിക്കോസ് പീപ്പിൾ വുഡ് ഹാവ് ഗോൺ ആൻഡ് ഡൺ എ ടെസ്റ്റ് വെരി ക്വിക്ലി. Especially India, unlike in Canada and all that, it's very easily accessible. Healthcare is very easily accessible. People will actually just that morning they will go and do a blood test, find a problem, they will come straight, and they can, and same day or at least next day they can see somebody. So you get access to care is much quicker if your affordability ആണ് issue. പക്ഷേ affordable ആണ് ആയിട്ടുള്ളവർക്ക് accessibility is good. അപ്പോൾ സിംറ്റംസ് എല്ലാവർക്കും എല്ലാം ഉണ്ടായിക്കണമെന്നില്ല, പക്ഷേ and it can vary, it can go on over time, but it's one of the commonest problem that you're facing, which is the hypothyroidism, and it can affect, ഞാൻ പറഞ്ഞ പോലെ എല്ലാ സിസ്റ്റത്തെയും എഫക്ട് ചെയ്യാം. അത് ഏത് സമയത്തുണ്ടാവുന്ന വെച്ചാൽ കുട്ടികളിലാണെങ്കിൽ അവരുടെ ഗ്രോത്തിനെ എഫക്ട് ചെയ്യാം, ടീനേജ് പ്രായത്തിലാണെങ്കിൽ എസ്പെഷ്യലി ഗേൾസിലാണെങ്കിൽ ഇറ്റ് ക്യാൻ എഫക്ട് പീരീഡ്സ്, ഇറ്റ് ക്യാൻ എഫക്ട് ഫെർട്ടിലിറ്റി. പിന്നത്തെ ഏജിലാണെങ്കിൽ വെയിറ്റ് റിലേറ്റഡ് ആയിട്ട് മറ്റ് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ അസുഖങ്ങൾ, ഡയബറ്റീസ്, അങ്ങനത്തെ മറ്റ് അസുഖങ്ങൾ ഒരു സൈഡിൽ വരാം. So it can affect a lot of organs and lot of this. But hypothyroidism is one of the commonest problems. I'm sure if you would be on medicines for that. അത്രയും കോമൺ ആണ്. അപ്പോൾ ഇപ്പം ഇന്ന് കേൾക്കുന്നതിൽ തന്നെ കുറച്ച് പേർക്കൊക്കെ അതുണ്ടാവും. അപ്പോൾ അത് സോ ഇറ്റ് ഈസ് നമുക്ക് what we can do now, again it might be our limitation of knowledge, പക്ഷേ what we do as a treatment in hypothyroidism is only actually correcting the abnormality or balancing the level. We are not curing the disease. Cure actually ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. നാച്ചുറൽ ആയിട്ട് വെയിറ്റ് ചെയ്യുന്നവരുണ്ട് കേട്ടോ, ചിലരുണ്ട്, they might need medicine for a little while, then they might be able to stop the medicine, because അത് നമ്മുടെ ബോഡിയുടെ ഇമ്മ്യൂണിറ്റിയുടെ ചേഞ്ച്. മൈൽഡ് ഡിസീസസ് മൈറ്റ് വേരി, പക്ഷെ സിവിയർ തൈറോയിഡ് സ്ലോ ഡൗൺ വന്നു കഴിഞ്ഞാൽ what we do is we give thyroid gland ഉണ്ടാക്കാൻ പറ്റാത്ത ഹോർമോൺ we are giving as medicine. അതാണ് ഈ തൈറോക്സിൻ എന്നൊക്കെ പറയുന്നത് മെഡിസിൻ, എൽട്രോക്സിൻ എന്നൊക്കെ പറഞ്ഞ മെഡിസിൻ വെരി കോമൺലി യൂസ്. ദാറ്റ് ഈസ് ബിക്കോസ് വി ആർ നോട്ട് ക്യൂറിങ് ദ ഡിസീസ്. ഇൻഫാക്ട് നമുക്കറിയാമല്ലോ, മിക്കവാറും എല്ലാ ഡിസീസ്, ഡയബറ്റീസ് എടുത്താലും നമ്മൾ കുറേയൊക്കെ അതാണ് ചെയ്യുന്നത്. മെഡിക്കേഷൻസ് ആർ ഓൺലി കൺട്രോളിങ് ദ ഷുഗേഴ്സ് ഓർ കൺട്രോളിങ് ദ കൊളസ്ട്രോൾ, കൺട്രോളിങ് ദ ബ്ലഡ് പ്രഷർ. സോ ദാറ്റ് ഈസ് എ ലിമിറ്റേഷൻ ഫോർ ട്രീറ്റ്മെന്റ്. വി ആർ നോട്ട് ക്യൂറിങ് എനി ഓഫ് ദീസ് ഡിസീസസ്. നമ്മൾ എല്ലാത്തിനും ബാലൻസ് ചെയ്ത് we are hoping that our lifestyle will take care of the rest of it. അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി the opposite side is the hyperthyroidism. I will not go into too much detail of it because അത് അത്ര കോമൺ അല്ല, പക്ഷെ എന്നാലും it is very common where there is overactivity of the gland. So these are again common problems you see. Now obesity and weight by itself causes lots of hormonal problem. അതുകൊണ്ടാണ് ഇപ്പൊ പലപ്പോഴും പലരും ഈ സിംറ്റംസ് ആയിട്ട് വരുമ്പോൾ സോ തൈറോയിഡിന്റെ കൊണ്ടാണോ എനിക്ക് ഭയങ്കര ഇതാവുന്നു, പലപ്പോഴും it is actually weight itself that is causing it, because weight itself will put cause hormone imbalances, and that will then cause symptoms. അപ്പോൾ നമ്മളിപ്പോൾ ആ ഹോർമോണെ മാത്രം ട്രീറ്റ് ചെയ്യാം, കുറച്ചൊരു ഇമ്പ്രൂവ്മെന്റ് കിട്ടും, പക്ഷേ the root cause there is the weight itself. അപ്പോൾ ആ വെയിറ്റ് ട്രീറ്റ് ചെയ്യാതെ, and that is very difficult to convince people. ഇല്ല വെയിറ്റ് ഞാനത് I was like the weight till for the last 10 years, 15 years, 20 years എന്നൊക്കെ പറയും. പക്ഷേ unfortunately 15-20 years ആയാലും at some point you will get the manifestations of it. So weight itself causes significant hormonal changes, and all this I'll not go into all the details of the hormones that is affected by weight. പക്ഷെ weight പലപ്പോഴും അതിന്റെ real treatment is losing weight in the natural way if that is possible, and that will correct it to a large extent. Fully പലപ്പോഴും ട്രീറ്റ് ചെയ്യാൻ പറ്റിയൊന്നുമില്ല, കാരണം ഈ വെയിറ്റ് തന്നെ the weight and its implication would have come over number of years. അപ്പോൾ അത് ചിലപ്പോൾ ഫുൾ ആയിട്ട് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റിയെന്നില്ല. സ്ട്രെസ് ഹോർമോൺസിനെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു, so I'm not going to go into too much of detail again, but understand that when stress happen could be happening due to some other reason. It could be happening due to ഞാൻ പറഞ്ഞ പോലെ extrinsic factors ആയിരിക്കാം, മറ്റെന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കാം.
പക്ഷെ they will mess up your hormonal balance and they will then cause the symptoms related to that. Appo again you have to correct the root cause in those sort of things, then only you can get this thing. പിന്നെ ഫീമെയിൽ ഹോർമോൺസ് ഞാൻ എല്ലാം ക്വിക്കായിട്ട് അങ്ങ് പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ഫീമെയിൽ ഹോർമോൺസ് ഉള്ള പ്രോബ്ലം. ദിസ് ഈസ് വൺ ഓഫ് ദ കോമണസ്റ്റ് ഹോർമോൺ പ്രോബ്ലംസ് ദറ്റ് വി സി. ഇപ്പോഴത്തെ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു സാധനമാണല്ലോ പോളിസിസ്റ്റിക് ഓവറി, PCOD, PCOS എന്നൊക്കെ പറയുന്ന people, so many young people, young women as well as women of the reproductive age group have this problem. They have irregular periods. These are all intricately related to the overall metabolic problem, because നമ്മൾ ഈ PCOD ഉള്ളവരെ എടുത്തു കഴിഞ്ഞാൽ തന്നെ more than 50% will develop diabetes over the next 10 years or so. More than 50%. So that means they are so intricately related. Thyroid problem develop ചെയ്യും, വലിയൊരു ശതമാനം ആളുകൾക്ക് thyroid problem develop ചെയ്യും, which means എല്ലാം ഒരു ബേസിസ് ഉണ്ട്. അതിന് ഇപ്പം നമുക്കറിയുന്ന ബേസിസ് ഇൻസുലിൻ ഹോർമോണിന്റെ റെസിസ്റ്റൻസ് ആണെന്നാണ് ഇപ്പോഴത്തെ നമ്മുടെ നോളജിൽ ഇതിൽ പറയുന്നത്. ബിക്കോസ് ദേ ഓൾ ഹാവ് വെരി ഹൈ ലെവൽസ് ഓഫ് ഇൻസുലിൻ ആൻഡ് ദാറ്റ് ട്രിഗേഴ്സ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കാസ്കേഡ് ഓഫ് ഇവന്റ്സ് ആണ് ട്രിഗർ ചെയ്യുന്നത്. ഒന്നിൽ നിന്ന് ഒന്ന്. സോ നമ്മളൊരു ചീട്ടടുക്കി വെച്ചിട്ട് ഒരെണ്ണത്തിൽ തട്ടുന്ന പോലെയാണ്. ഒരെണ്ണത്തിൽ തട്ടി കഴിയുമ്പോൾ ബാക്കിയുള്ളതെല്ലാം വീണ് തുടങ്ങും. സോ many of these have a common basis എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സോ even when we treat, our method of treating might be we treat this thyroid treat ചെയ്യുന്നു, we treat polycystic അതിനെ ട്രീറ്റ് ചെയ്യുന്നു. പക്ഷേ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് there are so many other connected medical diseases they might develop over time. So an understanding of that and making that as a doctor making the patient understand, as a patient taking care of all other aspects is so important. അല്ലാതെ ഒരു മരുന്ന് കഴിച്ചിട്ട് അതങ്ങ് മാറുമെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല, because these are chronic diseases and these have to be managed holistically. So how can we regulate our hormones? അപ്പോൾ അതാണല്ലോ നമുക്ക് പറയേണ്ടത്. നമ്മൾ ഇപ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് പോയാൽ നമുക്ക് മെഡിസിൻസ് തരുമായിരിക്കാം, ആൻഡ് ദാറ്റ് I've already told you those are long-term medications. Many of them are lifelong medications, because this disease നമ്മൾ കറക്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ, നമ്മൾ റെഗുലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ, then that will need medicines. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അതിനകത്തെ ക്വസ്റ്റ്യൻ. അതിന് വളരെ സിമ്പിളാണ്, ആൻഡ് ദിസ് ആൻസർ എവരിബഡി 100% all of us know. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, I have touched upon this in one thing, but getting that lifestyle right will take us a long way. 100% എന്ന് ഞാൻ പറയുന്നില്ല, 100% അല്ല, ഒരിക്കലും 100% അല്ലായിരിക്കാം. പക്ഷേ at any given point, things can be made lot better by all these aspects. That is a good exercise program, relieving diet and sleep. ഈ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ it will correct to a large extent. Okay, so I think I will stop there. So summarizing, all I would say is don't blame hormones for anything, because blame is കാര്യമില്ല. They are keeping us alive. So this minute, if I am able to talk to you and if you are able to listen to me, it's only because the hormones are doing 24-hour job all the time. They are just functioning in the best possible way. Now, can we regulate it from the start? പെട്ടെന്ന് ഒരു ദിവസം നമുക്കിപ്പോൾ if we have made mistakes, we have to start from one day. But we should not expect results. ഇപ്പോൾ ഒരു അസുഖം നമുക്ക് വന്നു കഴിഞ്ഞു, അന്ന് നമ്മൾ പെട്ടെന്ന് ചെയ്ത നെക്സ്റ്റ് ഡേ ലോട്ട് ഓഫ് പേഷ്യൻസ് who start to take medicines, ഡോക്ടർ ഇപ്പോഴും ബുദ്ധിമുട്ടൊന്നും മാറിയില്ലോ, ഇതൊക്കെ തുടങ്ങി നമ്മൾ. പക്ഷേ ദാറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ ലാക്ക് ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ദാറ്റ് ദിസ് ഈസ് സംതിങ് ദാറ്റ് യു ക്യുമുലേറ്റഡ് ഓവർ ഇയേഴ്സ്. അല്ലേ, നമ്മുടെ കാറിൽ ഇപ്പോൾ ഒരു എഞ്ചിൻ നമ്മൾ പെട്ടെന്ന് നിന്ന് പോയാൽ അതിൻ്റെ കരടുകൾ വർഷങ്ങൾ കൊണ്ട് കയറിയിട്ടുള്ള കൊണ്ടായിരിക്കാം. അല്ലാതെ പെട്ടെന്ന് ഇപ്പോൾ ഒരു ദിവസം ഒരു അക്യൂട്ട് പ്രോബ്ലം ആയിരിക്കും, അപ്പം ആ പ്രോബ്ലം ട്രീറ്റ് ചെയ്തുകൊണ്ട് മാത്രം കാർ പുതുതാകാൻ പോകുന്നില്ല. നമുക്കറിയാം, ഇഫ് ഇറ്റ്സ് എ 10-year-old car or if it's a 50-year-old car, it's a 50-year-old car, but a 20-year-old car, then it is an old car, and that has to be maintained and managed from the start, and that gives you the best results. Very much like that in human body as well. So I think we have to അപ്പോൾ ഒരു സ്റ്റെപ്പ് ബാക്കിലോട്ട് നമ്മൾ ലിസണേഴ്സ് മോസ്റ്റ്ലി എല്ലാം കുറച്ചും കൂടെ മിഡിൽ ഏജ്ഡ് ആൻഡ് യങ് ആൻഡ് മിഡിൽ ഏജ്ഡ് ആയിരിക്കും. പക്ഷേ we have to start as നമ്മുടെ ചിൽഡ്രനെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. And I think that's where we are failing also, because it is difficult to make them understand, because the changes, the imprint, I would put it as an imprint, the imprint that you're putting as a child by poor diet, lack of exercise, even a 5-year-old, a 10-year-old, all this stress that we are giving the children, all these things will have an implication on the health
of these people when they grow up. It is bound to happen. You can't say that no, they will find a way. Unless they find a way, നമുക്ക് അറിഞ്ഞൂടാ അങ്ങനെ എന്തെങ്കിലും ഒരു മാജിക് പില്ല് വരികയാണെങ്കിൽ വളരെ സന്തോഷമായിരുന്നു. പക്ഷേ അതിനുള്ള there is no end in sight as things stand at the moment. So all this understanding makes us certainly much more wiser, which certainly gives us a lot of relief, because medicine most important thing is not cure alone. Many times as you know, as you all know, the most important thing is cure when you can, but relief whenever is possible, you know, as much as possible, but give them reassurance and give them always, which is what we should be doing as doctors also. And all of us who have that knowledge also, that is what we should understand, that cure എല്ലായിടത്തും possible അല്ല. അത് പറയുന്നത് വെറുതെ നമ്മൾ പറഞ്ഞ് നമ്മളെ തന്നെ we are trying to fool ourselves when we say, oh, ഞാൻ ഇന്ന സാധനം കഴിച്ചു എല്ലാം ശരിയായി എന്ന് പറഞ്ഞാൽ എല്ലാം ശരിയാവാൻ പറ്റില്ല. We might have temporarily corrected it, then we have to find other ways of taking it forward. Okay, so I'll stop there, and if there are questions, then quite happy to take it. Doctor on screen sharing stopping. Okay, shall I just So, Doctor, I have a question. So, my name is Jithan. So, Doctor, എൻ്റെ question എന്ന് പറഞ്ഞാൽ ഈ thyroid related ആയിട്ട് weight gain വരും. അപ്പൊ thyroid hypothyroidismത്തിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണോ അതോ വിച്ച് വൺ? ഇത് ഹെനോറിക് പ്രോബ്ലം പോലെ മനസ്സിലായിട്ടില്ല. ഇത് once you become obese you get hypothyroidism, or is it the other way? Both ways. So it can happen both ways. Because it is a balance in the body. So if you develop ഈ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്ന അണ്ടർ ആക്റ്റീവ് തൈറോയിഡ് എന്ന് പറയുന്ന പല കാരണങ്ങൾ കൊണ്ട് ഡെവലപ്പ് ചെയ്യാം. കോമൺ കോസ് ഈസ് വാട്ട് വി കോൾ ആസ് ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡൈറ്റിസ് എന്ന് പറയും. ഹഷിമോട്ടോസ് എന്നൊക്കെ ഒരു വാക്കുണ്ട്. ഹഷിമോട്ടോസ് തൈറോയിഡിസ് ഒരു ജാപ്പനീസ് സയന്റിസ്റ്റ് ആണ് കോയിൻ ചെയ്തിരിക്കുന്നത്. ബേസിക്കലി ഇറ്റ് ഈസ് എ ഇൻഫ്ലമേഷൻ നമ്മുടെ ബോഡിയിൽ. ഇറ്റ് ഈസ് ഒരു ഇമ്മ്യൂൺ റെസ്പോൺസ് ആണ്. അപ്പോൾ നമുക്കിപ്പോൾ വി മൈറ്റ് ഹാവ് ഗോട്ട് വി ഗെറ്റ് ഓൾ ദ ടൈം വി ഗെറ്റ് ഇൻഫെക്ഷൻസ് അല്ലെ. നമുക്ക് എന്തെങ്കിലും വൈറൽ ഇൻഫെക്ഷൻ കിട്ടും. ഇപ്പോൾ കോവിഡ് ആയപ്പോൾ നമ്മൾ അറിയുന്നു. പക്ഷേ there are so many infections, so many viral infections, so many things that happen to us and goes, and our body takes care of it. Immunity will take care of it. And during this process of immunity working in guarding off all the fighting all these infections, it produces lots of substances in the body, lot of chemicals in your body. Unfortunately, some of these will act against our own gland, our own body. I mean, ആലോചിച്ചറിയാം. ഇപ്പം നമ്മുടെ ബോഡിയിലേക്ക് ഉണ്ടാക്കി ഇടുകയാണത് കുറേ സാധനങ്ങൾ, all these chemicals, because that's the only way to kill these viruses. So you're kind of actually, it is like a police shooting that happens in a place. Police വലിയതാണെങ്കിൽ police will just shoot all around. അതിനിടയിൽ പാവം innocent bystanders will be there who gets affected. So thyroid gland many times becomes an innocent bystander. അതാണ് ഓട്ടോ ഇമ്മ്യൂൺ എന്നാണ് പറയുക. So in fact, the commonest cause, there are so many causes of thyroid disease. Commonest cause of thyroid disease is autoimmune thyroid disease. Very well known. അപ്പോൾ ഈ autoimmune thyroid disease വന്നിട്ട് ഗ്ലാൻഡ് സ്ലോ ആവുകയാണെങ്കിൽ, then as you said, that will cause obesity, because what is happening when you don't have thyroid hormone is your body's metabolism slows down. Okay, ബോഡിക്ക് മെറ്റബോളിസം സ്ലോ ആയി. അപ്പോൾ നമ്മളെ ഒരു ഇഞ്ചിന് വർക്ക് ചെയ്യുന്നത് കുറച്ചും കൂടെ സ്ലോ ആയി. അപ്പോൾ നമ്മൾ വിൽ റീറ്റെയിൻ വെയിറ്റ്. ഓക്കെ, സോ ദാറ്റ് ഈസ് സിംപ്ലി. സോ ഇഫ് യു ഹാവ് ക്ലിയർ കട്ട് തൈറോയിഡ് പ്രോബ്ലം, അതിന് നമ്മൾ ആ TSH ലെവൽസ് അതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഇഫ് യു ഹാവ് ക്ലിയർ കട്ട് തൈറോയിഡ് പ്രോബ്ലം, you can definitely gain weight if you have not treated it. That is, ഇതും എല്ലാവരിലും 100% ഒന്നും ഉണ്ടാവില്ല, ബിക്കോസ് ബോഡി സംടൈംസ് മാനേജസ് ഇറ്റ് ഫോർ എ ലോങ് ടൈം. ചിലർക്ക് ഭയങ്കര വെയിറ്റ് ഗെയിൻ ആയിരിക്കും, ചിലർക്ക് കുറച്ച് കുറവായിരിക്കും. സോ ദീസ് ആർ തിങ്സ് ദാറ്റ് വി ഡോണ്ട്, ബോഡി ഈസ് വെരി വെരി കോംപ്ലെക്സ് ദാറ്റ് ഇറ്റ് സംഹൗ മാനേജ്. പക്ഷേ ദാറ്റ് ഈസ് വൺ സിനാരിയോ. ദാറ്റ് ഈസ്, യു ഹാവ് എ തൈറോയിഡ് ഡിസീസ് കോസ്ഡ് ബൈ സം അതർ റീസൺ, തൈറോയിഡ് ഈസ് സ്ലോ, യു ഗെയിൻ വെയിറ്റ്. ദി അതർ വേ റൗണ്ട്, നമ്മൾ എസ്പെഷ്യലി ചിൽഡ്രനിൽ കാണുന്ന, എല്ലാവരും കാണുന്ന സഡൻ വെയിറ്റ് ഗെയിൻ വരുമ്പോൾ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ എ വേ ഈസ് യുവർ ഗ്ലാൻഡ് ഈസ് ബീയിങ് പുഷ്ഡ് ടു വർക്ക് ഹാർഡർ. അല്ലേ? ഇപ്പോൾ ഒരു 50 കിലോ ഉള്ള ഒരാൾക്കും ഒരു 90 കിലോ ഉള്ള ഒരാൾക്കും ദ ഗ്ലാൻഡ് ഹാസ് ഇൻ സഡൻലി ഗോട്ട് ബിഗർ. സോ അയാൾ 50 കിലോ ആയിരുന്ന ആൾക്ക് 90 ആയി കഴിയുമ്പോൾ ഗ്ലാൻഡ് ഹാസ് ടു വർക്ക് ഡബിൾ ഓർ നിയർലി ഡബിൾ.
it may not be able to do that this thing. അപ്പോൾ ഒബീസിറ്റി കൊണ്ട് വെയിറ്റ് കൊണ്ട് യു ക്യാൻ ഡെവലപ്പ് തൈറോയ്ഡ് പ്രോബ്ലം ഓൾസോ. മനസ്സിലായി? അങ്ങനെ വരുന്നവരിൽ ഈ തൈറോയ്ഡ് പ്രോബ്ലത്തിന്റെ കൂടെ അതർ പ്രോബ്ലംസ് ഓൾസോ മോസ്റ്റ് ഓഫൻ ഉണ്ടാവും. ആസ് എ സെഡ്, കുറച്ചൊരു ഡയബറ്റീസ് വരാനുള്ള ടെൻഡൻസിയും അതായത് ഹൈപ്പർ ടെൻഷൻ്റെയും കൊളസ്ട്രോളിൻ്റെ, ബിക്കോസ് ദർ ഓൾ പ്രോബ്ലംസ് റിലേറ്റഡ് ടു ദ വെയിറ്റ് ഇറ്റ് സെൽഫ്. ദാറ്റ് ഈസ് ഹൗ വി റിയലൈസ്. കുറച്ച് കഴിയുമ്പോൾ പലപ്പോഴും നമുക്കത് ഇത് ഏതെന്ന് തുടങ്ങിയെന്ന് ചിക്കൻ ആൻഡ് എഗ് സിറ്റുവേഷൻ ആണ്, വിച്ച് സ്റ്റാർട്ടഡ് ഫസ്റ്റ് എന്ന് ചോദിച്ചാൽ പലപ്പോഴും ഡിഫിക്കൽട്ട് ആയിരിക്കും കണ്ടുപിടിക്കാൻ. സോ ദേ വിൽ ഹാവ് തൈറോയ്ഡ് പ്രോബ്ലം, ദേ ഹാവ് വെയിറ്റ് പ്രോബ്ലം, ദേ ഹാവ് ഡയബറ്റീസ്, ദേ ഹാവ് ദിസ് തിങ്, എല്ലാം ഉണ്ട്. So you actually have to treat everything because you don't know where it all started. You have come a long way inside. So in theory, thyroid problem can cause obesity. Obesity can cause thyroid problem. But many times what we see is it coexists with so many other problems. So അതും പലപ്പോഴും അപ്പോൾ നമ്മളൊരു ഫിസിഷ്യൻ, ഒരു ഡോക്ടറെ കാണുമ്പോഴും ആ ഡിസ്കഷനിൽ ഡോക്ടർ ഈസ് തിങ്കിങ് ഇസ് ലൈക്ക് ദിസ്. ഇത് എന്ത് കൊണ്ടായിരിക്കും ഓരോന്ന് വന്നത് എന്നുള്ളതെന്നാണ് ആദ്യത്തെ തുടങ്ങുന്നത്. മനസ്സിലായില്ലേ? That is what it will be. They may not always explain to you, but maybe that is what should be explained to you in a way. Thank you. Doctor, hyperthyroid genetic ആവുമോ? Hyperthyroid genetic ആവാം, not genetic ആയിട്ട് കാണാറുണ്ട്, not commonly genetic, പക്ഷേ it can, because it runs in families, both hypo and hyper. ബിക്കോസ് എഗെയിൻ ഞാൻ ഈ പറഞ്ഞ ഓട്ടോ ഇമ്മ്യൂൺ ബേസിസ് തന്നെയാണ്. ഇമ്മ്യൂണിറ്റി ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് നോളജ് അഗെയിൻ ദ ലാസ്റ്റ് സെഞ്ചുറി നമുക്ക് വന്നു കഴിഞ്ഞു. പക്ഷെ എന്നാലും ഇറ്റ് ഈസ് എ ഏരിയ വെയർ ദർ ഈസ് ലോട്ട് മോർ ഇൻഫർമേഷൻ ദാറ്റ് വി നീഡ്. പക്ഷെ ഇമ്മ്യൂൺ ഡിസീസസ് പലതും, ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ഞാൻ പറഞ്ഞല്ലോ, ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം എന്താ പറഞ്ഞാൽ നമ്മുടെ തന്നെ ഇമ്മ്യൂണിറ്റി ആക്ട്സ് എഗൻസ്റ്റ് അവർ ഓൺ ബോഡി. ഓക്കെ, ഓട്ടോ ഇമ്മ്യൂൺ, ഇറ്റ് ഈസ് എഗൻസ്റ്റ് അവർ ഓൺ ബോഡി. അതാണ് basis for so many diseases that we deal with, starting from thyroid problem to arthritis. Arthritis is one of the commonest problems. Then there are so many other autoimmune diseases affecting each organ. You take gastrointestinal tract, you take liver, so many organs, lungs, so many autoimmune diseases ഉണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ തൈറോയിഡ് അതിനകത്ത് വളരെ കോമൺ ആയിട്ട് ഇപ്പം നമ്മളൊരു ഫാമിലി നോക്കുകയാണെങ്കിൽ ചിലർക്ക് എന്ന് പറഞ്ഞാൽ ചിലർക്ക് ഹൈപ്പോ തൈറോയിഡിസ് ആയിരിക്കും, എന്നാൽ അണ്ടർ ആക്റ്റീവ് തൈറോയിഡ് ആയിരിക്കും, ചിലർക്ക് ഹൈപ്പർ തൈറോയിഡിസ് ആയിരിക്കും. ബിക്കോസ് immunity when it acts, it produces all sorts of chemicals. അത് പോയിട്ട് ഈ ഗ്ലാൻഡിനെ ചിലപ്പോൾ അത് അതിനെ കൂടുതൽ ഹൈപ്പർ ഫങ്ഷനിങ്, അതിനെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്ത് ഇറ്റ് സ്റ്റാർട്ട്സ് ടു പ്രൊഡ്യൂസ് ലോട്ട് മോർ ആൻഡ് ഇറ്റ് എന്താണ് ഒരു ഇതായിട്ടുള്ള ലെവലിൽ പ്രൊഡ്യൂസ് ചെയ്യും. ഇമ്മ്യൂണിറ്റി അതും ഇമ്മ്യൂൺ റിലേറ്റഡ് ആണ്. ഓർ ഇറ്റ് മേ ഡിസ്ട്രോയ് ദാറ്റ് ഗ്ലാൻഡ് ആൻഡ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് ലെസ്. സോ ഇറ്റ് ക്യാൻ ഹാവ് ഓപ്പോസിറ്റ് ഇഫക്ട്സ് which is interesting. But they are all autoimmune diseases, so it can run in families. Autoimmune diseases run in family, and ellathinem hereditary based on that. Okay. Thank you. എല്ലാവരും ഷോക്ക് അടിച്ച പോലെ ഇരിക്കാൻ തോന്നുന്നു, അധികം ക്വസ്റ്റ്യൻസ് ഒന്നും. I hope I was as simple as I was trying to be simple. I don't know whether I did. എവിടെ തുടങ്ങണമെന്ന് അറിയാനില്ലായിരിക്കും, because yeah, okay. I mean, it's a vast topic. That is probably what I kind of chose to maybe just keep it very, very kind of spread out, because idoru scratching the surface of a overall idea ullu. But I just thought I'll just introduce it in a different way. But doctor, you explained it so well. That's why it was very informative, very well explained. ഇത്രയും നന്നായിട്ട് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു സബ്ജക്ട്. It was very informative. Thank you, ma'am. Any questions? So who all ഇതിനു മുമ്പത്തെ സ്പീക്കേഴ്സിൽ has any endocrinologist been there? Endocrinology സ്പീക്കേഴ്സ് ആരെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല. What about diabetes would have been dealt with? 44 സെഷൻ വന്നെങ്കിൽ ഡയബറ്റിസ് ഇല്ലായിരിക്കാൻ പറ്റില്ല. And even thyroid problems. ഡയബറ്റിന്റെ ഒരു ക്ലാസ് നമുക്ക് കൊടുത്തു ഇടണം. തൈറോയ്ഡ് പ്രോബ്ലംസ് ആരെങ്കിലും ഡീൽ ചെയ്ത് വന്നിട്ട് ഇതിനു മുമ്പ്? ഇല്ല. Because those are the commonest problems we are facing. ഡോക്ടർക്ക് ഫീ ഉണ്ട്, അതല്ലേ ഞങ്ങൾക്ക് ഒരു ക്ലാസ് കൂടെ കിട്ടിയാൽ കൊള്ളാം നല്ല രീതിയിൽ. Oh, we'll certainly try. We'll certainly കോണ്ടാക്ട് ചെയ്യാം. അത് ശരി, certainly. ഇനി ആരെങ്കിലും ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ടോ?
Any questions? Chat box ഒന്നുമില്ല അല്ലേ? Chat box there is nothing. No. Chat box nothing. Yeah. അപ്പം നമുക്ക് നല്ലൊരു ക്ലാസ് തന്ന ഡോക്ടർ അരുൺ എസ് മേനോന് ബ്രാഹ്മണ മലയാളി സമാജത്തിന്റെ പേരിലുള്ള ഹൃദയം നിറഞ്ഞ നന്ദി അർപ്പിക്കാനായിട്ട് നമ്മുടെ സമാജത്തിന്റെ ജോയിന്റ് സെക്രട്ടറി നമ്മുടെ എല്ലാ പരിപാടികളുടെയും മുന്നിൽ നിന്ന് ടെക്നിക്കലായിട്ടുള്ള ഹെൽപ്പുകൾ ചെയ്യുന്ന എന്തിനും ഏതിനും കൂടെ എപ്പോഴും സമയത്തും കൂടെ നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഞ്ജയ്യെ ഞാൻ ക്ഷണിച്ചോളുന്നു. Yeah. Hello. Thank you, Kurinji. Yeah. So I hope everyone is staying healthy and well. So this is the 44th episode of BMS Dr.Live. And I would like to start off with a big thanks to Reverend Father Thomas George, Dr. Arun S Menon, our committee members, participants, viewers watching on Facebook, Zoom, and other social media. To begin with, Dr. Arun S Menon, endocrinologist, very valuable and very helpful insights. We would like to have more of this often. And a lot of information shared, like insulin, was discovered in Canada by a Canadian. This is something new for me, which I never knew. Thank you for that. And like the hormones produced by the endocrine glands releasing into the blood, what actions when it hits the receptors, and a lot of information over there. And about adrenaline gland producing stress hormones, cortisol, and how it triggers the flight or fight or freeze. That's a very good thing. Like when we go into, when you have a situation whether we fight or we fly or we freeze. That's a very good thing. Thank you for that. And also refreshers on the male testosterone and female estrogen, and how these hormones regulate the growth, behavior, moods, our sleeping, and other environment dynamics, as you said, the climate, the food, the stress, and so on. And lastly, those corrective actions like maintaining the body mass, managing stress, and managing holistically, as you said, with or without medicine, with exercises, and mostly being aware of this and following simple lifestyle hacks. So once again, thanks again to Dr. Arun S Menon. Thank you very much. And further, special thanks to Reverend Father Thomas George. Thank you for your time and your kind words. And special thanks to our President Kurin Prakana, without whose leadership, mentorship, effort, vision, this would not have been possible. Appreciation to all our leaders and members, naming a few: Radha Menon, Sheila Pudikeri, Maya Rachel, Joseph, Punasheri, Oman Joseph, Vinu Joshua, Shibu, Charian, Yogesh, Jitin, Murali Panikar, Davis, Fernandez, Senipan, and to all our sponsors like Manoj Karath and so on. So everyone, including our well-wisher sponsors, has been very generous with their help, inspiration, encouragement. We want this continued support, collaboration, and feedback to reach further milestones. And also thanks to several other community organization members, sports club members, and so on. I hope everyone is enjoying these sessions. So remember, the biggest compliment you can give us is a referral. So appreciate if you like, subscribe, or share our videos on social media in Facebook and YouTube. We all have been working very hard through this crisis, and enormous amount of work lies ahead. But what we do is essential. We provide an invaluable service. We make people's lives better, and there's no other higher calling. I would like to close by saying thank you and conclude today's Dr.Live session, and appreciate everyone's time, effort, and thank you very much. Everyone have a safe and good weekend. And over to you back, Kurinji. Thank you, Sanjay. സഞ്ജയ് എല്ലാം നന്ദി കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞു. എനിക്കിനിയും അതിനെപ്പറ്റി അല്ല ഇനിയും പറയാനുള്ളത്. നമ്മുടെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ഒരു നിമിഷം കൂടെ നിങ്ങളുടെ സമയം എടുക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ വർഷങ്ങളായിട്ട് ഇവിടെ നടത്തിക്കൊണ്ടിരുന്ന ഒരു മഹോത്സവം എന്ന് തന്നെ പറയാം, ബ്രാംപ്ടൺ ബോട്ട് റേസ്, കനേഡിയൻ നെഹ്റു ട്രോഫി. അതിൻ്റെ കഴിഞ്ഞ വർഷം നടന്നില്ല. ഈ വർഷം നമ്മൾ
വള്ളംകളിയുടെ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാം അറിയാം, ലോകം വലിയൊരു പാൻഡമിക്കിനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ എന്താണ് അതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്നുള്ള ഒന്നും നമ്മളെ പുറകോട്ട് ചിന്തിപ്പിക്കുന്നില്ല. അങ്ങനെ ചിന്തിച്ചാൽ നാളെ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചാൽ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇന്ന് നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മൾ ഇന്ന് ചെയ്യുക എന്നുള്ളതാണ് സമാജം എടുത്തിരിക്കുന്ന നിലപാട്. നമുക്ക് പാർക്ക്, ലേക്ക്, ബോട്ട്, ഗസ്റ്റ്, ടീമുകൾ, എല്ലാം സ്പോൺസേഴ്സ്, എല്ലാ അനുകാരികളും നമ്മൾ തയ്യാറാക്കി ദൈവത്തിൻ്റെ ആ ഒരു നല്ല നടത്തിപ്പിന് വേണ്ടി ഒരു ഗ്രീൻ സിഗ്നൽ അവിടെ നിന്ന് കിട്ടാൻ വേണ്ടി മാത്രം നമ്മൾ വെയിറ്റ് ചെയ്യുന്ന ഒരവസരമാണിപ്പോൾ. ഈ ബോട്ട് റേസിനെ പിന്തുണച്ച് ഒരുപാട് ആളുകൾ, മുൻ വർഷങ്ങളെക്കാളും ഉപരി ഒരുപാട് ആളുകൾ സ്പോൺസേഴ്സായിട്ടായാലും എല്ലാ പ്രവർത്തനങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മുന്നോട്ട് വരാനും ഒക്കെ വന്നിട്ടുണ്ട്. അവരെയൊക്കെ ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദിയോട് ഞങ്ങൾ സ്മരിക്കുന്നു, നന്ദി പറയുന്നു. എന്തെങ്കിലും നിവൃത്തിയുണ്ട്, പാൻഡമിക് ഒഴിഞ്ഞു പോകുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വള്ളംകളിക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. അതിലേക്കുള്ള എല്ലാവരുടെയും പിന്തുണയും സഹകരണവും റാൻഡം മലയാള സമാജത്തിന് വേണ്ടി ഞാൻ ഈ അവസരത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം.